ഹായ്, എല്ലാവരും റീനീറ്റിന് വേണ്ടി നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പുതിയ ഒരു ചാപ്റ്ററായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ചാപ്റ്റർ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. കാരണം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇയറിലെ ജെനറ്റിക്സിൻ്റെ ആദ്യത്തെ ചാപ്റ്ററാണ്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മളെ ചാപ്റ്ററിൻ്റെ പേര് നിങ്ങൾക്കറിയാം, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ആണ്. ജെനറ്റിക്സ് 1 എന്നാണ് നമ്മൾ പറയാറ്. എല്ലാ വർഷങ്ങളിലും 5 ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വരുന്നതുമാണ്. ഇപ്പം നിങ്ങൾ 2026 നമ്മളുടെ ക്യാൻസൽ ചെയ്ത പരീക്ഷ എഴുതിയപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസുകൾ കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസുകൾ പ്രീവിയസ് ഇയർ 2022, 23, 24 വർഷങ്ങളിലൊക്കെ വന്ന ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമ്മൾ കുറച്ചുകൂടി തിയററ്റിക്കൽ നേച്ചർ പറയാൻ വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നത്, തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മളുടെ ഗ്രിഗർ മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്കറിയുന്നതാണ്. നമ്മുടെ എക്സ്പെരിമെൻറ്റിൻ്റെ പേരൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്നതാണ്. എന്താണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാം, ആ എക്സ്പെരിമെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻ്റ് എന്നാണ്. ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻ്റ് ആണ്. ഈ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തിരിക്കുന്ന ആരാണ്? ഗ്രിഗർ ജൊഹാൻസ് മെൻഡലാണ്. ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറയും. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ഏത് വർഷമായിരുന്നു എന്ന് ചോദിക്കുന്നത്. ഏത് വർഷമായിരുന്നു എന്നുള്ളത്. ആ വർഷം നമ്മൾ പറയുകയാണെങ്കിൽ 1856 ടു 1863 വരെയാണ്. ഗ്രേഡ് 7 ഇയേഴ്സ് ആണ്. 7 വർഷത്തോളം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ആ പരീക്ഷണത്തെയാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏത് പ്ലാന്റിലാണ് നമ്മളോട് ചോദിക്കും. 7 വർഷം എന്ന് പറയുകയാണ്. അതിൽ തന്നെ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ 7 എന്നുള്ള അല്ലെ 7 എന്ന് പറയുന്ന നമ്പർ ഉപയോഗിച്ച് തന്നെ നമുക്ക് കാര്യങ്ങളിലേക്ക് പോവാം. അപ്പം അവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കറിയാം, ഗാർഡൻ എന്താണ്? ഗാർഡൻ പീ പ്ലാന്റ് ആണ്. ഗാർഡൻ പീ പ്ലാന്റ് പയറുചെടിയായിരുന്നു. പയറുചെടിയുടെ പേര് നമുക്കറിയാം, പൈസം എന്താണ്? സറ്റൈവം. ശരിയല്ലേ? അപ്പോൾ നമ്മൾ എഴുതിയിരിക്കുകയാണ്, നമ്മൾ അണ്ടർലൈൻ ചെയ്തു. അത് നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റാണ്. അതൊന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അദ്ദേഹം സെലക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? ഈ 7 തന്നെ നമുക്ക് നോക്കാം. 7 എന്താണ്? ക്യാരക്ടേഴ്സ് ആണ് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്? 7 ക്യാരക്ടേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് എന്തുണ്ട്? കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സുകൾ ഉണ്ടായിരുന്നു ഒരു ക്യാരക്ടർ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഹൈറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ ആണെങ്കിൽ അവിടെ എന്തുണ്ടായിരുന്നു? അതിൽ ടോൾ എന്ന് പറയുന്നതും ഡ്വാർഫ് എന്ന് പറയുന്നതുമായിരിക്കുന്ന എന്തുണ്ട്? കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റുകളെ വെച്ചിട്ടാണ് എന്താണ് ഡിഫറൻഷിയേറ്റിംഗ് എന്താണ് ക്യാരക്ടർ ഫീച്ചർ. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രെയ്റ്റ് എന്ന് പറയുന്നത്. ആ ട്രെയ്റ്റ് വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്? എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഡാറ്റയ്ക്ക് ഭയങ്കര ക്രെഡിബിലിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ കാരണം വെച്ചാൽ അദ്ദേഹം അനേകം എണ്ണം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നു. അതുകൊണ്ടാണ് 7 ഇയേഴ്സ് എന്ന് നമ്മൾ പറയാൻ കാരണം. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇയർ ആണ്. ഇനി ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തുകൂടി അറിയേണ്ടതാണ്? സ്റ്റെപ്സ് കൂടി അറിയേണ്ടതാണ്. സ്റ്റെപ്സുകൾ നിങ്ങൾ ഓൾറെഡി വായിച്ച് പഠിച്ചിരിക്കും. പക്ഷെ അതിലൊരു പ്രധാനപ്പെട്ട വാക്കുണ്ട്. ആ വാക്കൊന്ന് ഓർക്കണം. നമുക്ക് ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ ഉണ്ടാവാം. എമാസ്കുലേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് വളരെ പ്രധാനപ്പെട്ടാണ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ പ്രധാനമായിട്ട് എന്ത് കാണിക്കപ്പെടുന്ന ഒരു ക്യാരക്ടർ ഫീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഓർത്തണം, എമാസ്കുലേഷൻ മറക്കാതെ ഓർക്കുക. ആ വാക്ക് ഉപയോഗിക്കുക. നമ്മൾ എന്ത് ചെയ്യാണ്? കട്ട് ചെയ്യാണ്. കട്ട് ചെയ്തിട്ട് ഫീമെയിൽ മെയിൽ പ്ലാന്റുകളാക്കി എന്ത് ചെയ്യാണ്? മാറ്റുകയാണ്. ബൈസെക്ഷൽ നേച്ചർ ആയിരുന്നു, അതിനെ മാറ്റിയെടുക്കുന്ന പ്രോസസ്സുകളാണ് നമ്മൾ ഈ എമാസ്കുലേഷൻ എന്ന് പറയുന്നത്. പിന്നെ ക്രോസ് പോളിനേഷൻ നടത്തിയിട്ട് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സെൽഫ് പോളിനേഷനും നടത്തിയിട്ടുണ്ട്. ജനറേഷൻ ഉണ്ടാവുന്നുണ്ട്. ഒരു ജനറേഷൻ F1 ആണ്, മറ്റൊരു ജനറേഷൻ എന്താണ്? F2 ആണ്. ഫീലിയൽ ജനറേഷൻ, ഫീലിയൽ എന്നാണ് നമ്മൾ വിളിക്കാറ്. ഫീലിയൽ ജനറേഷൻ 1ഉം ഫീലിയൽ ജനറേഷൻ 2 രണ്ടുമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ എക്സ്പെരിമെന്റ് വഴി അദ്ദേഹം തയ്യാറാക്കിയെടുത്തത്. ഓക്കെ. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജൊഹാൻസ് മെൻഡലിലെ കാര്യങ്ങൾ നമ്മൾ എടുക്കുന്ന സമയത്ത് അദ്ദേഹം ഏറ്റവും കൂടുതൽ മാത്തമാറ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ചിരിക്കുന്ന ഒന്നാണ് ഇതിൻ്റെ എന്താണ് ഡാറ്റയിൽ എന്ന് പറയുന്നത്. ആദ്യം ആൾക്കാരൊന്നും തിരിച്ചറിഞ്ഞില്ല, അതിനെയൊക്കെ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു? അതിനെ എന്ത് ചെയ്തു? നമ്മൾ മനസ്സിലാക്കി. പിന്നീട് വന്ന സയൻറ്റിസ്റ്റുകൾ അത് മനസ്സിലാക്കുകയും ശരിയാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് അയാൾ ഒരു ബൈനോമിയൽ എക്സ്പാൻഷൻ വരെ ഉപയോഗിച്ചിട്ടുണ്ട്. x+by² എന്ന് പറയുന്ന ബൈനോമിയൽ എക്സ്പാൻഷൻ വരെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രോസിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ. അപ്പോൾ നമ്മളുടെ ആൻസർ നമുക്കറിയാം. നമ്മൾ 1856 ടു 1863 വരെയാണ് പരീക്ഷണം നടത്തിയത്. ഓക്കെ. ഇതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്ന ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അവിടെ നമുക്ക് പറയുന്ന നമ്മൾ മെൻഡൽസിൻ്റെ
ലോസ് ഒക്കെ പ്രിൻസിപ്പിൾസ് ഓഫ് എന്താണ് മെൻഡേലിയൻ ലോസ് ഒക്കെ പഠിച്ച ആൾക്കാരാണ്. 3 ജനറലൈസേഷൻ ആണ് അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിയിട്ട് പറഞ്ഞത്. അതിൽ 2 എണ്ണം ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ് മോണോഹൈബ്രിഡ് കോഴ്സും 1 ഡൈഹൈബ്രിഡ് കോഴ്സുമായിട്ടാണ് ബന്ധപ്പെട്ടത്. നമ്മൾ എന്നാലും 3 എണ്ണം എന്നാണ് പറയാറ്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന 2 വാക്കുകളിൽ ഒന്നാണ് എന്ത്, ഡോമിനന്റ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ എന്താണ് റിസസീവ്. നമ്മൾ ട്രേറ്റ്സുകൾ പറഞ്ഞല്ലോ, അപ്പോൾ ആ ട്രേറ്റ്സ് ഡോമിനന്റ് ട്രേറ്റ്സുകൾ റിസസീവ് ട്രേറ്റ്സുകളായിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിനും പറഞ്ഞിട്ടുണ്ട്, 7 എണ്ണം എടുത്തിട്ടുണ്ട്. 7 എണ്ണത്തിൻ്റെയും നേച്ചർ നമുക്ക് അറിയേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒന്നിക്ക് ഡോമിനന്റ് ചോദിക്കാം അല്ലെങ്കിൽ റിസസീവ് ചോദിക്കാം. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ റിസസീവ് ഫീച്ചർ ഏത് എന്നാണ്. അപ്പോൾ അതിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അവിടെ ആക്സിയൽ ഫ്ലവറിന്റെ പൊസിഷൻ വെച്ചിട്ട് പറഞ്ഞു. ആക്സിയലും ഉണ്ട്, അതേപോലെ ടെർമിനൽ. ആക്സിയൽ എന്ന് പറയുന്ന ഡോമിനന്റും ടെർമിനൽ എന്ന് പറയുന്ന എന്താണ് റിസസീവ് ആണ്. അപ്പം ഇത് ഡോമിനന്റ് ആണ്, അത് ശരിയാണ്. ഗ്രീൻ സീഡ് കളർ, അങ്ങനെ ഒരു സംഭവമില്ല. ഗ്രീൻ സീഡ് കളർ അല്ല, യെല്ലോ സീഡ് കളറാണ്. യെല്ലോ ആണ്, പിന്നീട് എന്താണ്, ഗ്രീൻ ആണ്. ഗ്രീൻ സീഡ് കളർ എന്ന് പറയുന്നത് ഡോമിനന്റ് അല്ല, അതെന്താണ്, റിസസീവ് ട്രേറ്റ് ആണ്. അതവിടെ നിൽക്കട്ടെ, അത് നമുക്ക് നോക്കാം. ഗ്രീൻ പോഡ് കളർ, അത് ശരിയാണ്. ഗ്രീനും യെല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്, അവിടെയാണ് ഈ പ്രശ്നം വരിക. അതുകൊണ്ട് തന്നെ ഗ്രീൻ പോഡ് കളർ എന്താണ്, ഡോമിനന്റ് കളറാണ്. റൗണ്ട് സീഡ് ഷേപ്പ്, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഡൈഹൈബ്രിഡ് ക്രോസുകൾ ഏറ്റവും കൂടുതൽ പഠിച്ച സമയത്ത് റൗണ്ട് യെല്ലോ, റിങ്കിൾഡ് ഗ്രീൻ, ഇതങ്ങ് ഓർത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഓർക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പോയിന്റ് ഓർക്കുക, റൗണ്ട് സീഡ് ഷേപ്പും ഡോമിനന്റ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന റിസസീവ് എന്താണ്, ഗ്രീൻ സീഡ് കളറാണ്. താഴെ ഞാനിവിടെ കാണിക്കാം, സ്റ്റെം ഹൈറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് NCERT അതേ പോയിന്റ് തന്നെയാണ്. ഫ്ലവർ കളർ വെച്ചിട്ടുണ്ട്, വയലറ്റ് വൈറ്റ് ഉണ്ട്. ഫ്ലവർ പൊസിഷൻ ആക്സിയൽ ടെർമിനൽ ഉണ്ട്. പോഡ് ഷേപ്പ് ഇൻഫ്ലേറ്റഡ് കൺസ്ട്രിക്റ്റഡ്. പോഡ് കളർ ഗ്രീൻ യെല്ലോ. സീഡ് ഷേപ്പ് റൗണ്ട് റിങ്കിൾഡ്. സീഡ് കളർ യെല്ലോ ഗ്രീൻ. അത് വെച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ വാക്കൊക്കെ ഉണ്ടാക്കി ഓർത്ത് വെക്കാം. ഒരു നേച്ചറിൽ ഞാൻ മനസ്സിൽ ഓർക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു വാക്കാണ് ഞാൻ ഓർക്കുന്നത്, ഗ്രാവിറ്റി. അപ്പോൾ അതിനകത്ത് ജിയും ആറും എയും വിയും ഐയും ടിയും വൈയും ഒക്കെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡി നോക്കി അതിന് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മളുടെ റിസസീവ് ഏത്, ഡോമിനന്റ് ഏത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ എന്ത് ചെയ്യാൻ വന്നിട്ടുണ്ട്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യണം, വീണ്ടും പ്രാക്ടീസ് ചെയ്യണം, നോക്കണം, എന്നിട്ട് എങ്ങനെയാണെന്ന് പഠിച്ച് വെക്കണം. ഓക്കെ, നമ്മൾ അടുത്തതിലേക്ക് വരികയാണ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പം ക്രോസ് ആണ്. ക്രോസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്രോസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നുണ്ട്. പല ക്രോസുകളും നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ വരച്ചൊക്കെ ചെയ്യുന്നതിന് ആരാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആള്, അതാണ് നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് calculate the probability of all possible genotype of offspring in a genetic cross എന്ന ഒരു ജനറ്റിക് ക്രോസ് വന്നിട്ട് അതിനകത്ത് എല്ലാ പോസിബിലിറ്റി എല്ലാം ഡോമിനന്റ് നേച്ചർ, അതുപോലെ തന്നെ ജീനോടൈപ്പ്, ഫീനോടൈപ്പ്, നമ്പർ, അതേപോലെ പെർസെൻറ്റേജ്, അതുപോലെ ഗ്യാമീറ്റ്സുകൾ, സൈഗോട്ടിക് കോമ്പിനേഷൻ, ഇതെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അയാളുടെ പേര് ഇതാണ്, റെജിനാൾഡ് സി പെന്നറ്റ്. അല്ലെങ്കിൽ ഇയാളുടെ പേരിൽ, ഇയാളൊരു ബ്രിട്ടീഷ് ജെനിസിസ്റ്റ് ആണ്. ഇദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന എന്താണ് ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, പന്നറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. പന്നറ്റ് സ്ക്വയർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അതൊന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അത് മാത്രമല്ല, ഇത് മാത്രം പഠിച്ചു വെച്ചാൽ പോരെ. ഈ ക്രോസുകൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ പോസിബിലിറ്റീസ്, നമ്മൾ ഏത് മെൻഡേലിയൻ ക്രോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജെനറ്റിക്കൽ ക്രോസ് എടുത്താലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്ത്, പന്നറ്റ് സ്ക്വയർ. സയൻറ്റിസ്റ്റിൻ്റെ പേര് ഓർത്ത് വയ്ക്കുക. രാജ്യം വരെ NCERT പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അയാൾ എന്തായിരുന്നു, ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റ് ആയിരുന്നു, ബ്രിട്ടീഷ് ജെനിസിസ്റ്റ് ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ഓർക്കണം. ഓക്കെ, ഇനി അടുത്ത 1-2 ഓപ്ഷൻസുകളുണ്ട്, അതൊന്ന് നോക്കാം. പെഡിഗ്രി അനാലിസിസ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടാണ്. ഒരു ഫാമിലി ചാർട്ടാണ് പെഡിഗ്രി അനാലിസിസ്. മെൻഡേലിയൻ ഡിസോർഡേഴ്സിന്റെ എന്താണ് പാറ്റേൺ, എങ്ങനെയാണ് അത് എക്സ്പ്രസ്. മെൻഡേലിയൻ ഡിസോർഡേഴ്സിന് പ്രത്യേകത ഒന്നുകിൽ ഡോമിനന്റ് ആയിരിക്കും, അല്ലെങ്കിൽ റിസസീവ് ആയിരിക്കും. ആ പാറ്റേൺ നമ്മൾ എന്ത് ചെയ്യാണ്, ആൻസെസ്ട്രൽ നേച്ചറിൽ ഉപയോഗിച്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പോസിബിലിറ്റി ഒക്കെ അറിയാൻ വേണ്ടിയിട്ട്, ഇനി വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് എന്ത്, പെഡിഗ്രി അനാലിസിസ്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ്, ക്രോസിന്റെ നേച്ചറാണ്.
ഈ അനാലിസിസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോസിബിലിറ്റി എന്ന് വെച്ചാൽ ഗ്രാൻഡ് ഫാദറിനുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഗ്രാൻഡ് മദറിനുണ്ടായിരുന്നോ, എങ്ങനെയാണ് അത് സെക്സ് ലിങ്ക്ഡ് ആണോ ഓട്ടോസോം ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിൽ പോകുന്ന ഒന്നാണ്. അതുകൊണ്ട് മെന്റേലിയൻ ഡിസോർഡേഴ്സ് കണ്ടുപിടിക്കാൻ. പിന്നെ ക്രോമസോം മാപ്പ് അല്ലെങ്കിൽ നമുക്ക് ജീൻ മാപ്പ് എന്ന് പറയാൻ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്, അതുകൂടി ആ കൂട്ടത്തിൽ പറയുകയാണ്. ക്രോമസോം മാപ്പ് അല്ലെങ്കിൽ ജീൻ മാപ്പ് നമുക്കറിയാം, ഒരു ക്രോമസോമിൽ ആണ് ജീനിന്റെ ലൊക്കേഷൻ. ആ ലൊക്കേഷൻ നമ്മൾ വിളിക്കുന്ന പേര് ലോക്കൈ എന്നാണ്. അത് നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യും, ലീനിയർലി അറേഞ്ച് ചെയ്യും. അങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഡിസ്റ്റൻസും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് അതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഈ ക്രോമസോം മാപ്പ് അല്ലെങ്കിൽ ജീൻ മാപ്പ് എന്നാണ് നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത്. ജീൻ മാപ്പ് നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത് നമ്മൾ ലിങ്കേജ് എന്ന് പറയുന്ന ഭാഗം പഠിച്ച സമയത്താണ്. അവിടെ ആൽഫ്രഡ് സ്റ്റട്ടീവൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹമാണ് ജീൻ മാപ്പിംഗ് നടത്തിയത്. ആ മാപ്പിംഗ് ഉപയോഗിച്ച് നടന്ന ഈ ക്രോമസോം ജീൻ മാപ്പ് ഉപയോഗിച്ചിരുന്ന ഒരു വളരെ വലിയ ഒരു മെഗാ പ്രൊജക്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. അത് നമുക്ക് അറിയുന്നതാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്, SGP. ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന ഒന്ന് ജീൻ മാപ്പാണ്. അപ്പോൾ നമ്മളെ ബുക്കിൽ പറയുന്നുണ്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, വായിച്ചു നോക്കണം നമ്മൾ, അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്താണ് എന്നുള്ളത്. അതുകൊണ്ട് ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് രണ്ടും കൂടി കണക്ട് ചെയ്ത് 3 പോയിന്റുകളൊന്ന് കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ വിട്ടുപോകരുത്, ഓർത്ത് വയ്ക്കുക. ജീനോട്ടിപ്പിക് റേഷ്യോ ഫിനോട്ടിപ്പിക് റേഷ്യോ ഒക്കെ നമുക്കറിയാം. നോർമലി നമ്മൾ ഫിസിക്കൽ എക്സ്പ്രഷൻ നടന്നതിന് ശേഷമുള്ള നേച്ചർ, അതിൻ്റെ ജീനോടൈപ്പുകൾ ഏത്, അതിൻ്റെ റേഷ്യോ എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ. ഇപ്പം 100 പ്ലാന്റ് എടുത്തു, അതിൽ 75 വലിപ്പമുള്ളതും 25 വലിപ്പം കുറവാണെങ്കിൽ നമ്മൾ 75 ടോളാണെന്നും അതേപോലെ 25 ഡോർഫാണെന്നും പറയും. പക്ഷേ ഈ ടോളിൽ തന്നെ ഹോമോസൈഗസ്, ഒരേ ജെനറ്റിക്കൽ കോമ്പിനേഷൻ ഉള്ളതും വരാം, അതേപോലെ തന്നെ എന്തും വരാം, ഡിഫറെൻറ്റ് നേച്ചർ ആയിട്ടുള്ളതും വരാം. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് പറയുകയാണെങ്കിലാണ് ജീനോട്ടിപ്പിക് റേഷ്യോ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതിനടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. നമ്മൾ ക്രോസുകൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, നമ്മളോട് ചോദിക്കും, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ. ഇപ്പോൾ ടോൾ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ടായി, അത് ഹെട്രോസൈഗസ് ആണോ ഹോമോസൈഗസ് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഇതെല്ലാം ആര് ചെയ്ത് നോക്കിയിട്ടുണ്ട്? മെന്റലിന്റെ നേച്ചറിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു ഹിന്റ് ഉണ്ടാവും. ടു ഫൈൻഡ് ഔട്ട് ദി ജീനോടൈപ്പ് എന്ന് പറയുന്ന ഒരു പോയിന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആൻസർ ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏത് പ്ലാന്റ് ആണ് എന്നുള്ള നേച്ചറാണ് ചോദിച്ചത്, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ആ ക്വസ്റ്റ്യൻ വായിക്കാം, എന്നിട്ട് ആൻസറിലേക്ക് പോകാം. ഇൻ എ പ്ലാന്റ്, ബ്ലാക്ക് സീഡ് കളർ capital B or capital B small b is dominant over white seed color small b. In order to find out the genotype of black seed, ഇത് ക്യാപിറ്റൽ ബി ആണോ ക്യാപിറ്റൽ ബി തന്നെയാണോ ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ എന്നറിയണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ക്രോസ് എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോണം, അതൊരു ചെയ്യേണ്ട ക്രോസ് എന്താണ്? ബാക്ക് ക്രോസ് ആണ്. പക്ഷെ ആ ബാക്ക് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക് ക്രോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റുമായിട്ട് എന്ത് ചെയ്യാണ്? ക്രോസ് ചെയ്യാം. ഇപ്പൊ ക്യാപിറ്റൽ ബി അല്ലെങ്കിൽ ക്യാപിറ്റൽ ബി സ്മോൾ ബി എന്ന് പറയുന്നതിന് എനി പാരന്റുമായിട്ട് ക്രോസ് ചെയ്യുന്നതിനാണ് നമ്മൾ സാധാരണ രീതിയിൽ ബാക്ക് ക്രോസ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് വേണ്ടത് ജീനോ ടൈപ്പ് കണ്ടുപിടിക്കണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ക്രോസ് അങ്ങനെയല്ല, ബാക്ക് ക്രോസ് തന്നെയാണ്. പക്ഷെ ആ ക്രോസിന് ഒരു പേരുണ്ട്. ആ ക്രോസിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ടെസ്റ്റ് ക്രോസ് എന്നാണ്. ടെസ്റ്റ് ക്രോസ്. നമ്മൾ ഏത് പ്ലാന്റ് ആണോ, അത് നമുക്ക് ഡൗട്ട് ഉള്ളത് ഏതാണോ, അതിപ്പോൾ ക്യാപിറ്റൽ ബി സ്മോൾ ബി ആണ്, ക്രോസ് വിത്ത് സ്മോൾ ബി. ഇവിടുത്തെ എന്താ വെച്ചാൽ ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് ഹോമോസൈഗസ് ആണ്. ഹോമോസൈഗസ് ബ്ലാക്ക് കളറാണ്. ഇനി സ്മോൾ ബി എന്ന് പറയുന്നത് എന്താണ്? ഹോമോസൈഗസ് ആണ്. അത് മാത്രമല്ല അത് എന്തുകൂടിയാണ്? വൈറ്റ് ആണ്. ഇതാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ റിസസീവ് പാരന്റ് ആയിട്ട് ക്രോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടെസ്റ്റ് ക്രോസ് നടത്തിയാലാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുക? ജീനോ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളെ ബുക്കിൽ വളരെ കൃത്യമായ രീതിയിൽ ഫ്ലവർ കളറൊക്കെ കൊടുത്ത് ഒരു ചാർട്ടൊക്കെ വരച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെയും ചോദിക്കാം, അതുപോലെ തന്നെ ഇത് ഏത് ക്രോസ് ആണെന്ന് ചോദിക്കാം. അത് അടുത്ത് വരുന്നുണ്ട്, ഇതിനോട് റിലേറ്റഡ് ആയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ എനി വൺ ഓഫ് ദി പാരന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ക്രോസ് ആണ്. ബാക്ക് ക്രോസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ആ ഡെഫിനേഷൻ ആദ്യം പറഞ്ഞത്. പക്ഷെ ഇവിടെ നമ്മൾ ആരാണെന്ന് ചോദിച്ചാലേ നമുക്ക് അറിയാൻ പറ്റൂ.
അങ്ങനെയാണെങ്കിൽ ആ ക്രോസ് ഇറ്റ്സ് എ ബാക്ക് ക്രോസ് ബട്ട് ഇറ്റ് ഈസ് എ റിസസീവ് പാരന്റ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടെസ്റ്റ് ക്രോസ് എന്ന് പറയുക. അങ്ങനെയാണ് ഇവിടെ ടെസ്റ്റ് ക്രോസ് നടത്താൻ പറ്റുന്നവരാണ് ഫൈൻഡ് ഔട്ട് ദി ജീനോടൈപ്പ്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും കൃത്യമായി വായിച്ചു നോക്കണം. അതിൻ്റെ അകത്തൊരു ഹിന്റ് ഉണ്ടാവും, നമുക്ക് തരാനുള്ള ഒരു കീ വേർഡ് ഉണ്ടാവും. ആ വേർഡ് വെച്ച് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും, വളരെ പെട്ടെന്ന് എത്താൻ പറ്റും. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ ഏതാണ് വരിക എന്ന് ചോദിച്ചാൽ ഡി ആണ് ആൻസർ വരേണ്ടത്. ഇതാണ് റിസസീവ് പാരന്റ്. മറ്റേത് എന്താണ്? എട്രോസൈഗസ്. ഒന്ന് എട്രോസൈഗസ് ആണ്, മറ്റൊന്ന് എന്താണ്? ഹോമോസൈഗസ് ആണ്. അപ്പം ഹോമോസൈഗസ് റിസസീവ് പാരന്റ് അൺനോൺ ജീനോടൈപ്പ് ആയിട്ട് എന്ത് ചെയ്യാണ്? ക്രോസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ടെസ്റ്റ് ക്രോസ്. ടെസ്റ്റ് ക്രോസ് ഈസ് എ ബാക്ക് ക്രോസ്. ഓക്കെ. ഇനി ഇത് കൂടാതെ ഒരു ക്രോസ് കൂടി ഉണ്ട്, അതിന്റെ പേരാണ് റെസിപ്രോക്കൽ ക്രോസ് എന്ന് പറയുന്നത്. റെസിപ്രോക്കൽ ക്രോസ്. ഇതും ആര് ചെയ്തിട്ടുണ്ട്? മെൻഡൽ ചെയ്ത് നോക്കി. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മെയിലും ഫീമെയിലും ഒക്കെ എടുക്കുമല്ലോ, അതിനെ മാറ്റി എന്ത് ചെയ്ത് നോക്കി. ഇപ്പോൾ ടോൾ എന്ന് പറയുന്നത് ഫീമെയിലും ഡോർഫ് എന്ന് പറയുന്നത് മെയിലും ആണ് എടുത്തെങ്കിൽ നേരെ തിരിച്ചു ചെയ്ത് നോക്കും. അങ്ങനെയാണ് അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റെസിപ്രോക്കൽ. ഞാൻ ആ പേരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ നമ്മൾ ഈ ക്രോസ് നിന്ന് മറ്റൊരു ക്രോസിലേക്ക് വരിക. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താ ക്വസ്റ്റ്യൻ? എ പിങ്ക് ഫ്ലവേർഡ് സ്നാപ് ഡ്രാഗൺ. ഈ സ്നാപ് ഡ്രാഗൺ എന്ന് പറയുന്ന പേര് വരുമ്പോൾ എന്താണ് നമ്മൾ നോക്കേണ്ടത്? ഈ പേര് വരുമ്പോൾ ആദ്യം ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സയന്റിസ്റ്റിന്റെ പേരാണ്, അയാളുടെ പേരാണ് കാൾ കോറൻസ്. ഇയാൾ ജർമ്മനിക്കാരനായിരുന്നു. ഹീസ് എ വൺ ഓഫ് ദി സയന്റിസ്റ്റ് ഇൻവോൾവ് ഇൻ റീഡിസ്കവറി ഓഫ് എന്താണ്? മെൻഡേലിയൻ ജെനറ്റിക്സ്. മെൻഡേലിയൻ ജെനറ്റിക്സ് ഇൻഡിപെൻഡന്റ്ലി റീഡിസ്കവർ ചെയ്തിരിക്കുന്നതിൽ ഒരാളാണ് ആര്? കാൾ കോറൻസ്. 3 പേരായിരുന്നു, നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒന്ന് മ്യൂട്ടേഷന്റെ ഫാദർ എന്ന് പറയാം, ഫാദർ ഓഫ് മ്യൂട്ടേഷൻ നമ്മൾ അറിയപ്പെടും. അദ്ദേഹത്തിന്റെ പേരാണ് ഹ്യൂഗോ ഡീവ്രീസ്. നമ്മൾ എവല്യൂഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോൾട്ടേഷൻ എന്ന് പറഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ എന്തിട്ട് അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്ത ആളുടെ പേരാണ് വോൺ ഷെഷ്മാർക്ക്. ഇവരെ 3 പേരുമാണ് റീഡിസ്കവറിയിൽ എന്ത് ചെയ്തിട്ടുള്ളത്? ഇൻവോൾവ് ചെയ്ത ആൾക്കാർ. കാൾ കോറൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് എന്താണ്? ഡോമിനൻസ് ആണ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഡോമിനന്റ് എന്ന് പറയുന്നത് നമ്മൾ ക്രിഗർ മെന്റൽ പറയാം. മെന്റൽ എന്താ പറഞ്ഞത്? ഒന്നിക്കേ ഡോമിനന്റ് ആയിരിക്കും, അല്ലെങ്കിൽ റിസസീവ് ആയിരിക്കും. ഇദ്ദേഹത്തിന്റെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് അത് പരീക്ഷണം നടത്തിയ പ്ലാന്റ് ആണ് സ്നാപ് ഡ്രാഗൺ, അല്ലെങ്കിൽ ആന്റിറൈനം മേജസ്, അല്ലെ ഡോഗ് ഫ്ലവർ എന്നൊക്കെ പറയും. ഇത് കൂടാതെ ഒരു പ്ലാന്റ് കൂടി നമ്മൾ സാധാരണ രീതിയിൽ പരീക്ഷകളിലൊക്കെ പറയാറുണ്ട്. അത് മാത്രമല്ല, ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മിറാബിലിസ് ജലാപ്പ എന്ന് പറയുന്ന പ്ലാന്റ്. അപ്പൊ ഇതിലാണ് നമ്മൾ പറയുന്നത്. ഇതിൽ ഇവരെന്താണ്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്നുള്ള വാക്ക് ഇദ്ദേഹം പ്രപ്പോസ് ചെയ്യാനുള്ള കാരണം എന്താണ്? നോട്ട് കംപ്ലീറ്റ്ലി ഓവർ ദി ഡോമിനൻസ്, പാർഷ്യൽ ഡോമിനൻസ്, പാർഷ്യലേ ഉള്ളൂ, മിക്സ് ചെയ്ത് പോയി. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എടുത്തിരിക്കുന്നത് റെഡ് ഫ്ലവറും അതേപോലെ തന്നെ എന്തുമായിരുന്നു? വൈറ്റ് ഫ്ലവറും ആയിരുന്നു. റെഡിനെ ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ശരിയല്ലേ? ഇവിടുന്ന് ഒരു ഗ്യാമീറ്റ് ഉണ്ടായി, അത് ക്യാപിറ്റൽ ആർ ആണ്. ഇവിടുന്ന് ഒരു ഗ്യാമീറ്റ് ഉണ്ടായി, സ്മോൾ ആർ ആണ്. നമ്മളിത് ക്രോസ് ചെയ്തു, സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. അക്കോർഡിംഗ് ടു മെന്റൽ ഇത് എന്തായിരിക്കണം? നമുക്കറിയാം, റെഡ് ആയിരിക്കണം. പക്ഷെ കിട്ടിയ കളർ എന്താണ്? പിങ്ക് ആണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞത്. ഇതേ കണ്ടീഷനാണ് നമ്മളോട് പറഞ്ഞത്. സ്നാപ് ഡ്രാഗന്റെ പേര് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എ പിങ്ക് ഫ്ലവേർഡ് സ്നാപ് ഡ്രാഗൺ പ്ലാന്റ് ഈസ് ക്രോസ്ഡ് വിത്ത് റെഡ് ഫ്ലവേർഡ്. അപ്പൊ അവിടെ നമ്മൾ ക്രോസ് കൊടുക്കണം. ക്രോസ് കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്രോസ് വിത്ത് ക്യാപിറ്റൽ ആർ, റെഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ക്രോസ് എടുത്ത് നോക്കണം. ക്രോസ് എടുത്ത് നോക്കിയാൽ നമുക്ക് എങ്ങനെയാ? നമ്മൾ പെന്നറ്റ് സ്ക്വയറിലേക്ക് പോയിരിക്കുകയാണ്. ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. അപ്പൊ ഇവിടെ എന്തൊക്കെ കിട്ടുന്നുണ്ട്? നമുക്ക് റെഡും കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ പിങ്കും കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് മാത്രമല്ല കിട്ടിയത്? പിങ്ക് മാത്രമല്ല കിട്ടിയത്, റെഡ് കൂടി കിട്ടുന്നുണ്ട്. റെഡ് ആയിട്ടാണ് ഇപ്പോൾ. അപ്പം ഒന്നിക്കെങ്കിൽ അത് കുറച്ച് ഫ്ലവർ എന്തായിരിക്കും? റെഡ് ആയിരിക്കും, കുറച്ച് ഫ്ലവർ പിങ്ക് ആയിരിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓൺലി പിങ്ക് ഫ്ലവർ തെറ്റാണ്. റെഡ്, പിങ്ക് ആസ് വെൽ ആസ് വൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, തെറ്റാണ്. ഓൺലി റെഡ് ഫ്ലവർ, അത് 3ഉം തെറ്റാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതായിരിക്കണം എന്ന് ചോദിച്ചാൽ DN. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇൻകംപ്ലീറ്റ് ആവും. നിങ്ങൾ നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് നിർബന്ധമായി വായിച്ചു നോക്കണം. എന്താ കാര്യം വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് വരും. കുറച്ച് ക്യാരക്ടർ ഫീച്ചർ അതിനകത്ത് നമുക്ക് പറയാനുണ്ട്.
അപ്പൊ ഇവിടെ നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് ഒരു പ്രത്യേകത. സാധാരണഗതിയിൽ നമ്മൾ ഏത് ക്രോസ് നടത്തിയാലും ഫീനോടൈപ്പിക് റേഷ്യോയും ജീനോടൈപ്പിക് റേഷ്യോയിലും ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ പ്രത്യേകത ഫീനോടൈപ്പിക് റേഷ്യോയും ജീനോടൈപ്പിക് റേഷ്യോയും സെയിം ആണ്. 1:2:1 ആണ്. ഇതേ റേഷ്യോ കിട്ടുന്ന മറ്റൊരു നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് ഉണ്ട്. അത് ഏതാണെന്നും കൂടി ഞാനിവിടെ പറയാണ്. ആ ഡോമിനൻസിന്റെ പേരാണെന്ത്? കോഡോമിനൻസ്. കോഡോമിനൻസിന് എക്സാമ്പിൾ ഏത് ഗ്രൂപ്പാണ്? AB ഗ്രൂപ്പാണ്. ബ്ലഡ് ഗ്രൂപ്പിൽ AB ഗ്രൂപ്പിന്റെയും എന്താണ് ഫീനോടിപ്പിക് ആൻഡ് ജീനോടിപ്പിക് റേഷ്യോ എന്താണ്? സിമിലർ ആണ്. ഓർത്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പം കോഡോമിനൻസ് നിങ്ങൾ അറിയാത്ത ആൾക്കാരുണ്ടെ ക്രോസ് ചെയ്ത് വരച്ചു നോക്കണം. ക്രോസ് ഇങ്ങനെയാണ് വരേണ്ടത്. നമുക്കറിയാം IA IB ആണ് വരിക. അതുപോലെ തന്നെ IA IB. ബ്ലഡിന്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഇത് ഞാൻ ക്രോസ് കാണിക്കുകയാണ്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ കിട്ടുന്നുണ്ടോ എന്ന് അറിയണം. A ഗ്രൂപ്പ് ഉണ്ടാവും, P ഗ്രൂപ്പ് ഉണ്ടാവും, AB ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പൊ അതെങ്ങനെ ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. അപ്പോൾ ഈ റേഷ്യോ തന്നെ വരുന്ന മറ്റൊന്ന് ഏതെന്ന് ചോദിച്ചാൽ കോഡോമിനൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ ഒരു മാച്ച് ഓഫ് ഫോളോയിങ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2 or more alternative form of a gene. നമ്മളിവിടെ 1-2 വാക്കുകൾ പഠിക്കണം. അതിലൊന്നാണ് ഫാക്ടേഴ്സ്. ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പാരന്റ് എന്ന് ഓഫ്സ്പ്രിംഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡിസ്ക്രീറ്റ് യൂണിറ്റ് ആണ്. ഇത് ആരാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ആരാണ്? മെൻഡൽ ആണ്. ഈ ഫാക്ടറിനെയാണ് ഇറ്റ് ഈസ് നോൺ ആസ് എന്താണ്? ജീൻ. ഇപ്പം നമ്മൾ വിളിക്കുന്ന പേരാണ് ജീൻ എന്ന് പറഞ്ഞ ഒരു എൻറ്റയർ എന്തല്ല, ക്രോമസോം അല്ല, അല്ലെങ്കിൽ എൻറ്റയർ DNA അല്ല, ഒരു സ്പെസിഫിക് റീജിയൻ ആണ് നമ്മൾ ജീനായിട്ട്. അത് ഏതാണോ എക്സ്പ്രസ് ചെയ്യുന്നത് അതിനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ ജീനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫിസിക്കൽ ഫോം അത് ഒന്നിലധികം ഫോമിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? അലൽസ് അല്ലെങ്കിൽ അലലോമോർഫ് റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 2 or more alternative form of gene എന്നാണ് പറയുന്നത്. ജീൻ ആണെങ്കിൽ അത് A3 എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത എന്താ? ക്രോസ് F1 പ്രോജനി വിത്ത് ഹോമോസൈഗസ് റിസസീവ് പാരന്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ആ ക്രോസിന്റെ പേരാണ് എന്ത്? ടെസ്റ്റ് ക്രോസ് B4. ഇത് വന്നാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അധികവും മാച്ച് ഓഫ് ഫോളോയിങ് ഒക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ പരീക്ഷ എഴുതുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും. എന്താ കണ്ടിരിക്കുന്നത്? 1-2 കോമ്പിനേഷൻ ഒക്കെ ശരിയായാൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് മാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. പക്ഷെ എന്നാലും അങ്ങനെ പോകരുത്. ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം? ക്ലാരിറ്റിയോട് കൂടി മുന്നോട്ട് പോകണം. ഇനി ക്രോസ് വിത്ത് F1 പ്രോജനി വിത്ത് എനി ഓഫ് ദി പാരന്റ്. അങ്ങനെ ഏതെങ്കിലും ഒരു പാരന്റ് ആയിട്ട് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? C എന്ന് പറയുന്ന 1 ആണ്. എന്താ അതിന്റെ പേര്? ബാക്ക് ക്രോസ്. ഞാൻ നേരത്തെ പറഞ്ഞു ടെസ്റ്റ് ക്രോസ് ഈസ് എ ബാക്ക് ക്രോസ്, ബട്ട് ദി പാരന്റ് ഈസ് ഹോമോസൈഗസ് റിസസീവ്. ഇനി ഹോമോസൈഗസ് ഡോമിനന്റ് ആയിട്ടാണെങ്കിൽ അതിനെ നമ്മൾ ബാക്ക് ക്രോസ് എന്നാണ് വിളിക്കുക. അതിനെ നമ്മൾ ടെസ്റ്റ് ക്രോസ് എന്നല്ലോ. അപ്പം പാരന്റ് ആയിട്ട് ക്രോസ് ചെയ്യുകയാണെങ്കിൽ വിളിക്കുന്ന പേരാണ് എന്ത്? ബാക്ക് ക്രോസ്. ഇനി നമ്പർ ഓഫ് ക്രോമസോം സെറ്റ് ഇൻ എ പ്ലാന്റ്. നമ്പർ ഓഫ് ക്രോമസോം സെറ്റ് ഇൻ എ പ്ലാന്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നോർമലി വിളിക്കുന്ന പേരാണ് എന്ത്? പ്ലോയിഡി വളരെ പ്രധാനപ്പെട്ടാണ്. ക്രോമസോമൽ അബ്നോർമാലിറ്റിയിൽ നമ്മൾ പറയുന്ന ഒന്നാണ് എന്ത്? പ്ലോയിഡി, സെറ്റ് ഓഫ് ക്രോമസോം. നമുക്കറിയാം, നമുക്ക് ഡിപ്ലോയിഡ് സെറ്റ് ആണ്, 2n നമ്പർ ആണ്. നമ്മുടെ ക്രോമസോം 2n നമ്പറിൽ എത്രയാണ്? 46 ആണ്. പക്ഷെ ഞാനിവിടെ പറയുന്ന 2 വാക്ക് ശ്രദ്ധിക്കുക നിങ്ങൾ. ഈ പ്ലോയിഡി തന്നെ നമ്മൾ 2 പറയുന്നു. ഒന്നെന്താണ്? എന്യൂപ്ലോയിഡി. ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ എല്ലാ വാക്കുകളും പറഞ്ഞു പോവുകയാണ്. രണ്ടാമത്തെ വാക്ക് എന്താ? പോളിപ്ലോയിഡി. ഇത് ഓർക്കാൻ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താ കാര്യം? എന്യൂപ്ലോയിഡി. സ്റ്റാർട്ട് ഫ്രം എന്താണ്? ആനിമൽസിലുള്ളതാണ് എന്ത്? എന്യൂപ്ലോയിഡി. ഓർത്ത് വെക്കുക. പ്ലാന്റിൽ കാണപ്പെടുന്നതാണ് എന്ത്? പോളിപ്ലോയിഡി. പക്ഷെ ഇവര് റീസൺ ചോദിച്ചു കളയും എന്താണെന്നുള്ളത്. ഫെയിലിയർ ഓഫ് സെഗ്രിഗേഷൻ ഓഫ് എന്താണ്? ക്രൊമാറ്റിഡ്സ് ഫോർ ക്രോമസോം ഡ്യൂറിങ് സെൽ ഡിവിഷൻ. അങ്ങനെയാണെങ്കിൽ ഫെയിലിയർ ആണ്. ഫെയിലിയർ ഓഫ് എന്താണ്? ക്രൊമാറ്റിഡ്സ് ഫോർ ക്രോമസോം ഡ്യൂറിങ് എന്താണ്? സെൽ സൈക്കിൾ. അതാണ് എന്ത്? അന്യൂപ്ലോയിഡി. ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കും, പക്ഷെ അവിടെ എന്ത് നടക്കില്ല? എന്താണ്? ഫെയിലിയർ ഓഫ് എന്താണ്? സൈറ്റോകൈനസിസ് ആണ്. സൈറ്റോകൈനസിസ്. പോളിപ്ലോയിഡി എന്ന് പറയുന്നത് ആരിലാണ്? പ്ലാന്റ്സിലാണ്. P4 പോളിപ്ലോയിഡി, P4 പ്ലാന്റ്സ്. നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം? ക്രോമസോം കൂടാം കുറയാം. ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കുന്നു 2n+1.
ഇത് 21st ക്രോമസോമിൽ നടന്നപ്പോഴാണ് നമ്മളൊരു അസുഖം പഠിച്ചത്. അബ്നോർമാലിറ്റി ആണ്. ആ അസുഖത്തിൻ്റെ പേരാണെന്ത്? ഡൗൺ സിൻഡ്രോം. ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. നിങ്ങൾ ആ അനോമാലിറ്റീസ് മുഴുവനായിട്ട് വായിച്ച് പഠിക്കണം. മെന്റേലിയൻ ഡിസോർഡറും പഠിക്കണം, അതുപോലെ ക്രോമസോമൽ അനോമാലിറ്റീസും NCERT ബുക്ക് ക്ലാസ് കാണുന്ന സമയത്ത് തന്നെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? വായിച്ചു നോക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ അനോമാലിറ്റീസ് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പം വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പം നമുക്കിവിടെ എന്ത് ചെയ്തു? സി കഴിഞ്ഞു. ഡി എന്താണ്? നമുക്ക് കിട്ടി 2. അപ്പം നമ്മൾ ആൻസറായി എ ആണ് ആൻസർ. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ പറയാൻ പറ്റുന്ന പോയിന്റുകളെല്ലാം ചേർത്തിട്ടുണ്ട്, ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്ത എന്താ? ഡൈഹൈബ്രിഡ് ക്രോസിലേക്ക് പോവുക. ഡൈഹൈബ്രിഡ് ക്രോസ് എല്ലാ ക്രോസുകളും ഡൈഹൈബ്രിഡ് ക്രോസിന്റെ എന്താണ്? ക്വസ്റ്റ്യനാ. ഡൈഹൈബ്രിഡാണ്. നേരത്തെ ഒക്കെ നമ്മൾ പറഞ്ഞ സിംഗിൾ ജീൻ ഇൻഹെറിറ്റൻസ് ആണ്, പക്ഷേ ഇത് ഡബിൾ ജീൻ ഇൻഹെറിറ്റൻസ് ആണ്. നമുക്ക് ജീൻ R and Y ഫോളോ ദി ഇൻഡിപെൻഡന്റ് അസോർട്ട്സ്. ഡൈഹൈബ്രിഡ് ക്രോസിന്റെ ഭാഗമായിട്ട് പ്രപ്പോസ് ചെയ്ത ലോയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഇൻഡിപെൻഡന്റ്ലി അസോർട്ടഡ്. If RRYY produce round yellow seeds and RRY produce wrinkled green seeds, what will be the phenotypic ratio of F2 generation എന്നാ? അപ്പം നമുക്ക് ആദ്യം F1 വേണം, F2. ഇത് നമ്മളെ ബുക്കിലുള്ള ചിത്രമാണ്, നിങ്ങൾക്കറിയാം, നിങ്ങൾ കാണുന്നുണ്ടാവും. വലുതാക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. നമ്മളിത് സെൽഫിംഗ് ഒക്കെ നടത്തി പരീക്ഷണം നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയതാണ്. അപ്പം നോർമലി ഡൈഹൈബ്രിഡ് ക്രോസ് നടന്നു കഴിഞ്ഞാൽ 2 റേഷ്യോ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നിൻ്റെ പേര് ഫീനോട്ടിപ്പിക് റേഷ്യോ ആണ്. ഫീനോട്ടിപ്പിക് റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചാൽ 9:3:3:1 ആണ്. 9 എന്ന് പറയുന്നത് റൗണ്ട് യെല്ലോ ആണ്. 3 എന്ന് പറയുന്നത് റൗണ്ട് ഗ്രീൻ ആണ്. ഇതെന്താണെന്ന് ചോദിച്ചാൽ റിങ്കിൾഡ് യെല്ലോ ആണ്. ഇത് റിങ്കിൾഡ് ഗ്രീൻ ആണ്. അപ്പം 4 ഫീനോടൈപ്പുകളാണ് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു ഡൈഹൈബ്രിഡ് ക്രോസിൽ എത്ര ഫീനോടൈപ്പ് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫീനോടൈപ്പും അതേപോലെ നമ്പർ ഓഫ് ഗാമീറ്റ്സുകളുടെ എണ്ണവും കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. അതാണ് 2n. നമ്പർ ഓഫ് എന്താണ്? നമ്പർ ഓഫ് ഫീനോടൈപ്പ്. അതേപോലെ തന്നെ നമ്പർ ഓഫ് എന്താണ്? ഗാമീറ്റ്സ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹെട്രോസൈഗസ് ആണ്. എത്ര ഹെട്രോസൈഗസ് ഉണ്ട് എന്ന് നോക്കിയിട്ടാ. ക്യാപിറ്റൽ R, സ്മോൾ r, ക്യാപിറ്റൽ Y, സ്മോൾ y. ഇതൊരു ഹെട്രോസൈഗസ്, ഇതൊരു ഹെട്രോസൈഗസ്, 2 അപ്പൊ 2:2 എന്താണ്? 4. 4 ഉണ്ട്. റൗണ്ട് യെല്ലോ, റൗണ്ട് ഗ്രീൻ, റിങ്കിൾഡ് യെല്ലോ, ഇവരെ രണ്ടുപേരെയും റൗണ്ട് യെല്ലോ, റിങ്കിൾഡ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ക്രോസ് ചെയ്ത ആൾക്കാരാ. 9ഉം 1ഉം. ഈ 9 റൗണ്ട് യെല്ലോവും 1 എന്ന് പറയുന്ന റിങ്കിൾഡ് ജീനും പാരന്റൽ ഫോമാണ്. പക്ഷെ അതിനിടയിലുള്ള മിക്സ് ചെയ്ത ഫോമാണ്. ഇവരെ നമ്മൾ വിളിക്കുന്ന പേര് റീകോമ്പിനൻസ് എന്നാണ് വിളിക്കുക. റീകോമ്പിനൻസ് പുതിയ ഫോമാണ്. റീകോമ്പിനൻസ് ഈ വാക്ക് നമ്മൾ തുടങ്ങി വെക്കുകയാണ്. എന്താ കാരണം? നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില റേഷ്യോ. അപ്പോൾ ഒരു റേഷ്യോ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മളോട് ചോദിച്ച F2 ജനറേഷൻ്റെ ഫിനോട്ടിപ്പിക് റേഷ്യോ നമുക്ക് ആൻസർ കിട്ടി. ആൻസർ എന്താണ്? D ആണ്. അത് മാത്രം പോരാ. അത് കിട്ടിയോണ്ട് മാത്രം കാര്യമില്ല. നമുക്ക് വേറെയും റേഷ്യോ. അങ്ങനെയാണെങ്കിൽ മറ്റൊരു റേഷ്യോന്റെ പേരാണ് ജീനോട്ടിപ്പിക് റേഷ്യോ. ജീനോട്ടിപ്പിക് റേഷ്യോ എന്നാണ്. ജീനോട്ടിപ്പിക് റേഷ്യോ എങ്ങനെയാ പറയാ? ജീനോടൈപ്പുകൾ 1:2:1:2:4 2:1 2:1. ഇതാണ് 16 എണ്ണത്തെ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പൊ എത്ര ജീനോടൈപ്പ്? 1, 2, 3, 4, 5, 6, 7, 8, 9 ജീനോടൈപ്പ് ഉണ്ട്. ഈ 9 ജീനോടൈപ്പിനെ നമ്മൾ എങ്ങനെ കാണിക്കും? അതിന് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻ ഏത് എന്ന് നോക്കിയാൽ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. നമ്പർ ഓഫ് ജീനോടൈപ്പ് ആണ് ചോദിക്കുന്നതെങ്കിൽ 3:n നമ്പർ ഓഫ് ജീനോടൈപ്പ്. എണ്ണി നോക്കൂ നിങ്ങൾ. 9 എണ്ണം ഉണ്ട്. 9 എണ്ണം ഇവിടെ കിട്ടും. അതേപോലെ നമ്പർ ഓഫ് ഓസ്പ്രിങ്സ് ചോദിക്കാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് സൈഗോട്ടിക് കോമ്പിനേഷൻ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ 4:1 അതുകൂടി ഓർത്ത് വയ്ക്കാം. നമ്പർ ഓഫ് സൈഗോട്ടിക് അല്ലെങ്കിൽ ഓസ്പ്രിങ്സ് പറഞ്ഞാൽ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ എത്രയാണ്? എത്ര ജനറേഷൻ, എത്ര എണ്ണം ഉണ്ടായിട്ടുണ്ട്? ചിലപ്പോൾ ഇതേ ക്രോസിനെ ആവണമെന്നില്ല, നിങ്ങൾക്ക് മാറ്റി ചോദിക്കാം. ഇനി ഇവിടെ ഒരു റേഷ്യോ കാണാൻ നിങ്ങൾക്ക് എന്ത്? 1:1:1 റേഷ്യോ.
ഇതെന്താണെന്ന് വെച്ചാൽ ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ഗ്രോസ് റേഷ്യോ ആണ്. ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ഗ്രോസ് റേഷ്യോ ആണ് എന്ന് പറയുന്നത്. ഫിനോട്ടിപ്പിക് റേഷ്യോ 3:1, അത് മോണോഹൈബ്രിഡിന്റെ. മോണോഹൈബ്രിഡ് ഫിനോട്ടിപ്പിക് റേഷ്യോ, മോണോഹൈബ്രിഡിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ ആണ് ഇത്, അല്ലാതെ എന്തല്ല, ഫിനോട്ടിപ്പിക് റേഷ്യോ അല്ല. 1:2:1 എന്ന് പറയുന്നത് ജീനോട്ടിപ്പിക് റേഷ്യോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് ഓർത്ത് വെക്കണം. ക്രോസുകൾ എഴുതി പഠിക്കണം. നിങ്ങൾ എഴുതി പഠിച്ച് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ക്രോസുകൾ കണ്ടുപിടിക്കാൻ പഠിക്കും. ഓക്കെ, യെസ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. കൺസെപ്റ്റ് ഓഫ് ക്രോമസോം മൂവ്മെന്റ് ഡ്യൂറിങ് മിയോസിസ്. ഞാൻ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. ഈ ഡൈഹൈബ്രിഡ് ക്രോസിനെ 1902 രണ്ട് സയന്റിസ്റ്റുകൾ എന്ത് ചെയ്തു, ക്രോമസോമിന്റെ പാറ്റേണിൽ എന്ത് ചെയ്തു, എക്സ്പ്ലെയിൻ ചെയ്തു. The behavior of chromosome is parallel to the behavior of genes. പക്ഷെ അവർക്ക് എക്സ്പെരിമെന്റലി പ്രൂഫ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആ രണ്ട് സയന്റിസ്റ്റുകളുടെ പേരാണ് എന്തെന്ന് പറയുന്നത്, സട്ടൺ ആൻഡ് ബൊവേറി. ഇവരാണ്. എന്നുവെച്ചാൽ മെന്റലിന്റെ പരീക്ഷണം കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ക്രോമസോമൽ നേച്ചർ. എന്ന് വെച്ചാൽ 1891 ഹെൻകിങ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒരു പരീക്ഷണം നടത്തുന്ന സമയത്ത്, അത് മാത്രമല്ല മിയോസിസ് സെല്ലിനെ പറ്റിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, മൈക്രോസ്കോപ്പ് ഒക്കെ വളർന്ന് വലുതായി, വലിയ വലിയ മൈക്രോസ്കോപ്പുകളൊക്കെ ഉണ്ടായി തുടങ്ങിയ സമയത്ത് ഇവരിങ്ങനെ സെല്ലിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്ന, സെല്ലിന്റെ ഡിവിഷനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുമ്പം എന്ത് ചെയ്തു, ചില കണ്ടന്റുകൾ എന്ത് ചെയ്യുന്നില്ല, ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, ചില കണ്ടന്റുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നു, ന്യൂക്ലിയസിനുള്ളിലാണ് കാണപ്പെടുന്നത് എന്നൊക്കെ തോന്നിയപ്പോൾ അവരെന്ത് ചെയ്തു വെച്ചാൽ അതിന് തുടക്കം കുറിച്ചാണ്, ഇൻസെക്റ്റിലാണ് അദ്ദേഹമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു പേര്, അദ്ദേഹത്തിന് അതിനെപ്പറ്റി പഠിക്കാനൊന്നും പറ്റിയില്ല. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ആ കളേർഡ് ആയിരിക്കുന്ന ബോഡിക്ക് ഒരു പേര് കൊടുത്തു, എക്സ് ബോഡി എന്ന് കൊടുത്തു. പിന്നീട് അതെന്ത് ക്രോമസോമായിട്ട് മാറി, എക്സ് ക്രോമസോം ഒക്കെ ആയിട്ട് മാറി. കളേർഡ് ബോഡിയാണ്, കളേർഡ് ക്രോമസോം. അപ്പോൾ ഇവിടെ ഈ ക്രോമസോമൽ നേച്ചറുകളെ പറ്റി പഠിച്ചു തുടങ്ങിയപ്പോൾ ആണ് ഇത് പറഞ്ഞത്. അതുകൊണ്ട് 1902 നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സട്ടൺ ആൻഡ് ബൊവേറി ഡൈഹൈബ്രിഡ് ക്രോസ് ക്രോമസോമൽ പാറ്റേണിൽ എന്ത് ചെയ്തു, എക്സ്പ്ലെയിൻ ചെയ്തു. കാൾ കോറൻസിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. TH മോർഗൻ ആണ് ക്രോമസോമൽ തിയറിയുടെ എക്സ്പെരിമെന്റൽ പ്രൂഫ് കൊടുത്ത ആള്. എക്സ്പെരിമെന്റൽ പ്രൂഫ് കൊടുത്തു. അപ്പം അദ്ദേഹം കുറച്ച് വേരിയേഷൻസ് കണ്ടു. ആ വേരിയേഷൻസ് ഏതിൻ്റെ ബേസിൽ എക്സ്പ്ലെയിൻ ചെയ്തു, ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ എന്ന് പറയുന്ന വാക്കുകളുടെ നേച്ചറിൽ എന്ത് ചെയ്തു, എക്സ്പ്ലെയിൻ ചെയ്തു. ആ ലിങ്കേജ് ഉള്ള ജീൻസിനെ കൃത്യമായി മാപ്പ് ചെയ്ത് ഡിസ്റ്റൻസ് വെച്ച്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെന്റിമോർഗൻ എന്ന് പറയുന്ന യൂണിറ്റ് വെച്ച് എന്ത് ചെയ്തു, തയ്യാറാക്കി കൊടുത്ത ആളാണ് TH മോർഗന്റെ സ്റ്റുഡന്റ് ആയിരിക്കുന്ന ആരെന്ന് പറയുന്നത്, ആൽഫ്രഡ് സ്റ്റെറ്റീവൻ. നേരത്തെ നമ്മൾ ജീൻ മാപ്പ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഗ്രാജുവലി നടന്ന പ്രോസസ്സാണ്. അതിന്റെ ഭാഗമായിട്ട് 1902 സട്ടൺ ആൻഡ് ബൊവേറി ആണ് എന്തിനെ എക്സ്പ്ലെയിൻ ചെയ്ത്, മെന്റലിന്റെ എക്സ്പെരിമെന്റൽ ഡൈഹൈബ്രിഡ് ക്രോസ് എന്ത് ചെയ്ത് ക്രോമസോമിന്റെ പാറ്റേണിൽ എക്സ്പ്ലെയിൻ ചെയ്തു. എന്റെ എക്സ്പെരിമെന്റൽ പ്രൂഫ് കൊടുത്ത ആളാണ് TH മോർഗൻ. ഓക്കെ, യെസ്. നമ്മൾ അടുത്തേക്ക് വരിക. അടുത്തതിൽ TH മോർഗന്റെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു നേച്ചർ നിങ്ങൾ ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒന്നാണ്. അപ്പൊ നമുക്ക് ആദ്യം ആ പരീക്ഷണം നടത്തിയത് ഏതിലാണെന്ന് നോക്കാം. അതിന്റെ പേരാണ് ഡ്രോസോഫില മെലാനോഗ്യാസ്റ്റർ. മെലാനോഗ്യാസ്റ്റർ നമ്മൾ സാധാരണഗതിയിൽ പഴയീച്ച എന്നൊക്കെ പറയും. ഫ്രൂട്ട് ഫ്ലൈ ആണ്. ഇതിനെയാണ് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാബറട്ടറി മാനുവലിൽ, വളരെ ലാബറട്ടറി കണ്ടീഷനിൽ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, വളർത്തിയെടുക്കാൻ പറ്റും. വളരെ എണ്ണമുണ്ട്, നമ്പർ ഓഫ് പ്രോജനീസ് കൂടുതലായിരിക്കും, ലൈഫ് സ്പാൻ കുറവാണ്. അതുമാത്രമല്ല അതിനൊക്കെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഫ്രൂട്ട് ഫ്ലൈയുടെ ക്രോമസോം നേച്ചർ നമുക്ക് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പം അദ്ദേഹം അത് പഠിച്ചു. ഇത് ഇവിടെ മാത്രമല്ല വരുന്നത്, വേറെയും സ്ഥലത്ത് വരുന്നുണ്ട്, സെക്സ് ഡിറ്റർമിനേഷൻ. അപ്പൊ അദ്ദേഹം ഡൈഹൈബ്രിഡ് ക്രോസ് ആണ് എടുത്തത്. അത് അദ്ദേഹം എടുത്ത ക്യാരക്ടർ എന്താണെന്ന് ചോദിച്ചാൽ എക്സ് ലിങ്ക്ഡ് ക്യാരക്ടറാണ്. എക്സ് ലിങ്ക്ഡ് എന്ന് പറഞ്ഞാൽ സെക്ഷുവലി നേച്ചറാണ്. സെക്സ് ലിങ്ക്ഡ് ക്യാരക്ടർ എന്നാണ് നമ്മൾ പറയുക, സെക്സ് ക്രോമസോം. അതിൽ ഐ കളർ വെച്ച് ചെയ്തു. ഐ കളർ, അതേപോലെ തന്നെ വിങ് സൈസ്, വിങ് സൈസ്, ഇങ്ങനെ രണ്ട് നേച്ചർ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത്. രണ്ട് ക്രോസുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. രണ്ട് ക്രോസിന്റെയും വാല്യൂ എന്തുണ്ടായിരുന്നു, വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം അതിനെപ്പറ്റി എന്ത് ചെയ്തത്, ഒന്നും കൂടി ഒന്ന് വളരെ കൃത്യമായ രീതിയിൽ പഠനം നടത്തിയത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ്
ഈ ക്രോമസോമിൽ കാണപ്പെടുന്ന ജീൻസുകൾ തമ്മിൽ ഹോമോലോഗസ് ക്രോമസോമാണ്. ക്രോമസോമിൽ കാണപ്പെടുന്ന ജീൻസുകൾ തമ്മിൽ, ജീൻസുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കുക, ഇങ്ങനെ അറേഞ്ച് ചെയ്യും. ഈ ജീൻസുകൾ തമ്മിൽ എന്തുണ്ട്? ഒരു ഫിസിക്കൽ അസോസിയേഷൻ ഉണ്ട് എന്ത് ചെയ്തു മനസ്സിലാക്കാൻ പറ്റി. ചില ജീൻസുകൾ ഡിസ്റ്റൻ്റ്ലി ലൊക്കേറ്റഡാ. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വരയ്ക്കുന്നത് മാത്രമേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ ഉണ്ടാവുന്ന പുതിയ ഫോംസിന്റെ എണ്ണം എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ ഡിസ്റ്റൻസുമായിട്ടുള്ള റിലേഷനാണ്. പുതിയ ഫോമിനെ നേരത്തെ നമ്മൾ പേര് കൊടുത്തു, അതിന്റെ പേരാണെന്ത്? റീകോമ്പിനേഷൻ, റീകോമ്പിനന്റ്. അപ്പം ഡിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ ആരും കൂടും? റീകോമ്പിനന്റും കൂടും, ജീനുകൾ തമ്മിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് എന്ത് റിലേഷനാണ്? ഡയറക്റ്റ് റിലേഷനാണ്. ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുമ്പോൾ ഇതിന്റെ ഡിസ്റ്റൻസ് എന്താ? കുറവാ. ഡിസ്റ്റൻസ് കുറവാ. ഇവിടെ ഡിസ്റ്റൻസ് എന്താ? കൂടുതലാ. ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഫിസിക്കൽ അസോസിയേഷൻ കുറയും. ഈ ഫിസിക്കൽ അസോസിയേഷനെ, രണ്ട് ജീനുകൾ തമ്മിലുള്ള ഫിസിക്കൽ അസോസിയേഷനെ അദ്ദേഹം വിളിച്ച പേരാണ് എന്ത്? ലിങ്കേജ്. അപ്പൊ ഡിസ്റ്റൻസുമായിട്ട് ബേസ് ചെയ്ത് നമ്മൾ ലിങ്കേജ് എടുക്കുകയാണെങ്കിലോ, ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ എന്ത് കൂടും? ലിങ്കേജ് കൂടും. ലിങ്കേജ് കൂടുതലാണെങ്കിൽ റീകോമ്പിനന്റ് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഇവിടെ ജീൻസുകൾ തമ്മിൽ പറഞ്ഞപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആണ്, അതേ ആൻസറാണ്. പക്ഷെ ഇവിടെ ഇൻവേഴ്സും പറഞ്ഞിട്ടുണ്ട്. ആ ഇൻവേഴ്സ് ആണ് ഞാനിവിടെ പറഞ്ഞത്. ലിങ്കേജ് ആയിട്ട് എടുക്കുന്ന സമയത്തുള്ള ഡിസ്റ്റൻസ്, ജീനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ്, നമ്മൾ അടുത്തടുത്തിരിക്കുക. അപ്പോൾ നമ്മളെ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ദൂരെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ദൂരെ ആണെങ്കിൽ ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ മിയോസിസ് നടക്കുന്ന സമയത്ത് എന്ത് നടക്കും? ക്രോസിംഗ് ഓവർ നടക്കും. അപ്പൊ അവരെന്ത് ചെയ്യും? എക്സ്ചേഞ്ച് ചെയ്യും. അതുകൊണ്ടാണ് പുതിയ കോമ്പിനേഷൻസുകൾ ഉണ്ടാകുന്നത്. ആ എക്സ്ചേഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേര് ക്രോസിംഗ് ഓവർ എന്നാണ്. പ്രോഫേസ് 1 നടക്കുന്നത്. ഇതിന്റെ സ്റ്റേജസുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ 1-2 റിലേഷൻഷിപ്പ് കൂടി നമുക്ക് നോക്കണം. അപ്പൊ ലിങ്കേജുമായിട്ട് ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഞാൻ ഇങ്ങനെ എഴുതുന്നു, ലിങ്കേജ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? റീകോമ്പിനേഷൻ. ശരിയല്ലേ? ലിങ്കേജ് കുറവാണെങ്കിൽ, ലിങ്കേജ് കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി എന്താണ്? ഡിസ്റ്റൻസ് ആണ്. ലിങ്കേജ് കൂടുക, അപ്പൊ അവിടെ ഡിസ്റ്റൻസ് കൂടി, അപ്പൊ റീകോമ്പിനേഷൻ കൂടും. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഓർത്ത് വെക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കും. നമുക്ക് വളരെ ചുരുങ്ങിയ സമയമുള്ളൂ. ആ ചുരുങ്ങിയ സമയത്തോടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ചെയ്യണം. അപ്പൊ അതൊന്ന് എന്ത് ചെയ്യാം? മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ആ കാര്യങ്ങൾ എന്ത് ചെയ്യാം? ഓർത്ത് വെക്കുക. അപ്പൊ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതാണ് നമ്മൾ ജീൻ മാപ്പ് എന്ന് പറഞ്ഞത്. ഇത് ചെയ്ത ആളാണ് ആര്? ആൽഫ്രഡ് സ്റ്റെറ്റീവന്റ്. ഓക്കെ, ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്തിൽ പറഞ്ഞത്? CM. ഇതാണ് സെന്റി മോർഗൻ, അതാണ് യൂണിറ്റ്. ആ യൂണിറ്റിലാണ് പറയുന്നത്. ഇനി ഒരു പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കട്ടോ, ആ ടൈപ്പ് കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു ജീൻ തന്നിട്ട് എയും ബിയും 15, സിയും ഡിയും എത്രയാണ്? സിയും ഡിയും 20 എന്നൊക്കെ പറഞ്ഞിട്ട് തരും. ഇങ്ങനെ തരുന്ന സമയത്ത് നമ്മളോട് പറയും അതിന്റെ ലൊക്കേഷൻ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്, ABCD എന്നാണോ അല്ല CDBA എന്നാണോ എന്നുള്ള സംഭവങ്ങൾ ചോദിക്കാം. ജീൻ മാപ്പ് അങ്ങനെയും മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഇനി വരുന്ന പരീക്ഷകളിലൊക്കെ മോഡൽ എക്സാം വരുമ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും. ഓക്കെ, നൗ ലെറ്റ് us move into the next question. അടുത്തേക്ക് പോവാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞ ഫ്രീക്വൻസി അല്ലെ പെർസെൻറ്റേജ് ഓഫ് റീകോമ്പിനേഷൻ between gene pairs. The same chromosome as a measure of distance between gene to map their position of chromosome was first time by എന്ന് പറഞ്ഞാൽ ആരാണ്? ആൽഫ്രഡ് സ്റ്റെറ്റീവന്റ് ആണ്. ഇദ്ദേഹം ഇതേപോലെ ജീൻ മാപ്പ് ഉപയോഗിച്ച മറ്റൊരു പ്രോഗ്രാം കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരാണ് എന്ത്? SGP, മെഗാ പ്രൊജക്ട്. അത് നമ്മളെ ബുക്കിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് ഓർത്ത് വെക്കണം. തോമസ് ആൻഡ് മോർഗൻ അല്ല, തോമസ് ആൻഡ് മോർഗന്റെ 2 പ്രധാനപ്പെട്ട വാക്കുകളാണ് ലിങ്കേജ് ആൻഡ്
റീകോമ്പിനേഷൻ, സട്ടൺ ആൻഡ് ബൊവേറി, ക്രോമസോമൽ തിയറി, ഹെൻകിങ്, ഞാൻ പറഞ്ഞു എക്സ് ബോഡി, 1891. അപ്പോൾ ആ ഒരു കണ്ടീഷനോട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. നമ്മൾ ആൾക്കാരെയൊക്കെ നമ്മൾ അങ്ങനെ തന്നെ ഉൾപ്പെടുത്തി തന്നെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, യെസ്. നൗ ലെറ്റ് us move into the next one. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പറയാൻ പോകുന്നത്, നേരത്തെ ഒരു നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് നമ്മൾ പറഞ്ഞു, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ചില ക്വസ്റ്റ്യൻസുകൾ ചെയ്യുന്നത് എന്താണ്, നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് ആണ്. അത് നിങ്ങൾ കൃത്യമായി പഠിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്, പ്ലിയോട്രോപ്പിസം അല്ലെങ്കിൽ പ്ലിയോട്രോപ്പി എന്ന് പറയുന്നത്. ഒരു ജീനിന് ഒന്നിലധികം എന്തുണ്ടാവുക, ഇഫക്റ്റ് ഉണ്ടാവുക, പല ക്യാരക്ടറുകളിലേക്ക് എഫക്റ്റ് ഉണ്ടാവുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ് എന്നാണ്. പ്ലിയോട്രോപ്പിസം ഉണ്ട്, പോളിജനിക് ഇൻഹെറിറ്റൻസ് ഉണ്ട്. പോളി എന്ന് പറഞ്ഞാൽ മെനി എന്നാണ്, മോർ ദാൻ 1 ജീൻ അല്ലെ മോർ ദാൻ 2 ജീൻ അല്ലെ മോർ ദാൻ 3 ജീൻ. ന്യൂമറസ് ജീൻ കൺട്രോൾസ് എന്താണ്, സം ക്യാരക്ടേഴ്സ്, ചില ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഹൈറ്റ്, അതേപോലെ സ്കിൻ കളർ. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് എന്ത്, കളർ എന്ന് പറയാം. സ്കിൻ കളർ, ഇന്റലിജൻസ്, ഇതൊക്കെ എന്താണ്, മോർ ദാൻ 1 ആണ്. അപ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇതൊരു സിംഗിൾ ജീൻ മെനി ക്യാരക്ടർ ആണെങ്കിൽ മറ്റതെന്താണ്, മെനി ജീൻ സിംഗിൾ ക്യാരക്ടറാണ്. ഇഷ്ടമാതിരി നേച്ചറുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കാം എന്താണ് മോർ ദാൻ 2 ജീൻ അഫക്റ്റിംഗ് സിംഗിൾ ക്യാരക്ടർ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മോർ ദാൻ ജീൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഒന്നിലധികം ജീൻസുകൾ ഉണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്നതാണ് എന്ത്, പോളിജനിക് ഇൻഹെറിറ്റൻസ്. നമ്മളെ ബുക്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേച്ചർ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, സ്കിൻ കളറാണ് നമ്മളെ ബുക്കിൽ പറഞ്ഞത്. ABC 3 എന്നാണ്, മോർ ദാൻ 3 എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾ. പക്ഷെ എന്നാലും ഒന്ന് ഓർത്ത് വയ്ക്കാം. സെവറൽ അലീൽസ്, സാധാരണ രീതിയിൽ നമ്മളൊരു ജീൻ പറയുമ്പോൾ 2 അലീൽസ് ആണ് പറയുന്നത്. അലീൽസ് 2 എണ്ണമാണ്. വെച്ചാൽ ഒരു ജീൻ കൺട്രോൾ ചെയ്യുന്ന നേച്ചറിൽ നമ്മൾ പറയുന്നത് 2 അലീൽസ് എന്നാണ്. ചിലപ്പം അതിൽ കൂടുതൽ അലീൽസ് വരാം. അങ്ങനെയുള്ള ഒരു സംഭവമുണ്ട്. അത് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീനാണ്. ആ ജീനെ നമ്മൾ വിളിക്കുന്ന പേര് ഐ ജീൻ എന്നാണ്. ഇത് ബ്ലഡ് ഗ്രൂപ്പ് ജീനാണ്. ABO ബ്ലഡ് ഗ്രൂപ്പ് ജീനാണ്. ഈ ജീനിൽ എത്ര അലീൽ ഉണ്ടെന്ന് ചോദിച്ചാൽ 3 അലീൽസ് ഉണ്ട്. അങ്ങനെ 2-ലധികം അലീൽസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്, മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയും. അതുകൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓർത്തേ. പ്രസൻസ് ഓഫ് 2 അലീൽ, ഈച്ച് ഓഫ് ദി 2 ജീൻസ് കൺട്രോളിങ് സിംഗിൾ ട്രേറ്റ്. അങ്ങനെയല്ല, എ സിംഗിൾ ജീൻ അഫക്റ്റിംഗ് മൾട്ടിപ്പിൾ ഫിനോടൈപ്പിക് എക്സ്പ്രഷൻ. ഇവിടെ ഞാനിവിടെ ഒരു 3 വാക്ക് ഉപയോഗിക്കുകയാണ്. PPP, ഇതാണ് എൻ്റെ വാക്ക്. എന്ന് വെച്ചാൽ ഫസ്റ്റ് P നമ്മളുടെ പ്ലിയോട്രോപ്പിയാണ്. സെക്കൻഡ് വൺ അതിനൊരു എക്സാമ്പിൾ ആണ്. അതൊരു മെന്റേലിയൻ ജനറ്റിക് ഡിസോർഡർ ആണ്. അത് നമ്മൾ സാധാരണ PKU എന്നാണ് പറയാറ്. PKU എന്ന് പറഞ്ഞാൽ ഫീനൈൽ എന്താണ്, കീറ്റോനൂറിയ എന്ന് പറയുന്ന അസുഖം. അതിന് കാരണം എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീനിനുണ്ടാവുന്ന ചേഞ്ചാണ്. ആ ജീനിന് കാരണമായിരിക്കുന്ന ഒരു പിയും കൂടി ഞാൻ അവിടെ പറയുകയാണ്. പി എന്ന് പറയുന്നത് PAH എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. ഞാനത് ഓർക്കാൻ വേണ്ടി ഷോർട്ടാക്കി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. PAH എന്ന് പറഞ്ഞാൽ ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. ഈ എൻസൈം ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് ഈ അസുഖം വരുന്നത്. നമുക്ക് വരുന്നുണ്ട് അസുഖത്തിൽ. ക്രോമസോം നമ്പർ 12 ക്രോമസോം നമ്പർ 12-നുള്ള ഡിഫക്റ്റിലൂടെയാണ്, അതിലുള്ള ജീനിന്റെ ഡിഫക്റ്റിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ അസുഖം വരുന്നത്. ഒരു ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ. ഫീനൈൽ കീറ്റോനൂറിയ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്, പ്ലിയോട്രോപ്പിക്ക് എക്സാമ്പിൾ ആണ്. പഠിച്ചു വെക്കുക. എന്ന് വെച്ചാൽ ഫീനൈൽ അലാനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് തൈറോസിനായിട്ട് മാറും. ഈ തൈറോസിൻ നമ്മളെ ശരീരത്തിൽ പലതരത്തിലുള്ള ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ആ ജീൻ ഡിഫക്റ്റ് വന്നാൽ ഇതെല്ലാം മാറും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് സ്കിൻ കളർ, മെന്റൽ റിട്ടാർഡേഷൻ, റിലീസ് ഓഫ് ബ്ലാക്ക് കളർ യൂറിൻ, ഇതൊക്കെ ഇതിനെ എഫക്റ്റ് ചെയ്യും. അപ്പം ഈ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അപ്പം ഇതിനൊരു എക്സാമ്പിൾ ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മളെ ബുക്കിൽ തന്നെ വേറെയും തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതുകൂടി എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതെന്ന് ചോദിച്ചാൽ D ആണ് ആൻസർ. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത, വാട്ട് ഈസ് ദ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് പോളിജനിക് ട്രൈറ്റ്? പോളിജനിക് ട്രൈറ്റിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. മോർ ദാൻ എന്താണ് 1 or 2 genes controls a single character. ഒരു സിംഗിൾ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യും. ഒരു ജീൻ ഒരു ക്യാരക്ടറെയാണ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഇൻഹെറിറ്റൻസ്, മെന്റലിന്റെ
അതുകൊണ്ട് തന്നെ നമ്മളുടെ ആൻസറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും നോക്കേണ്ട, നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് പാറ്റേൺ ആണ്. എക്സ് ലിങ്ക്ഡ് പാറ്റേൺ അല്ല, എക്സ് ലിങ്ക്ഡ് പാറ്റേൺ സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് ആണ്. മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് പാറ്റേൺ, മെൻഡേലിയൻ ആണെങ്കിൽ എന്തായിരിക്കും, അത് സിംഗിൾ നേച്ചറാണ്. അതിൽ വേറെ ഒന്നിക്കൽ ഡോമിനന്റ് അല്ല റിസസീവ്, ആ കണ്ടീഷനാണ് വരുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒന്നിലധികം ജീൻസുകൾ നമ്മളെ പല ക്യാരക്ടറിനെയും എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. സീഡ് ഷേപ്പിനെയും സീഡിന്റെ ഗ്രെയിൻ സൈസിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഒരു ജീൻ തന്നെ അങ്ങനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഷേപ്പും ഉണ്ട് ഗ്രെയിൻ സൈസും. ഇത് കൂടാതെ ഒന്നിലധികം ABC എന്ന് പറയുന്ന ജീൻ ഇത് ഒരുമിച്ച് വരികയാണെങ്കിൽ നല്ല ഡാർക്ക് കളർ ആയിരിക്കും, ഡോമിനന്റ് ആയിട്ട് കാണിക്കപ്പെടും. ഇനി ഒരുമിച്ച് റിസസീവ് ആയിട്ടും വരും, അപ്പം നമ്മൾ ലൈറ്റ് കളർ ആയിട്ട് വരും. ഇനി ഇന്റർമീഡിയറ്റ് ആയിട്ട് വരാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതെന്താണ്, ഓട്ടോസോമൽ ഡോമിനന്റ് പാറ്റേൺ. ഓട്ടോസോമൽ ഡോമിനന്റ് ഒരു അസുഖമാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്, നമ്മളെ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. അത് മയോട്ടോണിക് ഡിസ്ട്രോഫി ആണ്. ഓട്ടോസോമൽ ഡോമിനന്റ് നേച്ചറിലുള്ള ഒരു കണ്ടീഷൻ നമ്മൾ ബുക്കിൽ പറഞ്ഞിരിക്കും. ചിലത് ഡോമിനന്റ് ആവാം, റിസസീവ് ആവാം. ഈ പാറ്റേണിൽ വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് എന്നാണ് പറയുന്നത്. അല്ലാതെ വരുന്നതിനാണ് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, എക്സാമ്പിൾ ഓർത്ത് വയ്ക്കുക. ഇവിടുത്തെ എക്സാമ്പിൾ നമ്മളെ ബുക്കിൽ പറഞ്ഞ സ്കിൻ കളറാണ്. അത് കൂടാതെ എന്ത് വരാം, ഹൈറ്റ് എടുക്കാം, ഹൈറ്റ്. അതേപോലെ ഇന്റലിജൻസ് വരാം. ഇതെല്ലാം എന്താണ്, എക്സാമ്പിൾസ് ആണ്, ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇതിനടുത്തേക്ക് വരിക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ജീനോടൈപ്പ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി ഷുഗർ പോളിമർ ഓൺ ദി സർഫസ് ഓഫ് RBCs? ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. നോർമലി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്തെന്ന് പറയുന്നത്, ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ രണ്ടായിട്ടാണ് സാധാരണ പോപ്പുലേഷനിൽ പറയുന്നത്. ഒന്ന് ABO ഗ്രൂപ്പ് എന്ന് പറയും, കാൾ ലാൻഡ്സ്റ്റൈനർ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് ABO ഗ്രൂപ്പ്. രണ്ടാമത്തെ RH ഗ്രൂപ്പാണ്. RH ഗ്രൂപ്പും നമ്മൾ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിച്ചാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്ന അസുഖത്തിനെ പറ്റിയാണ്. RH ആന്റിജൻ ആണ്. ഈ ഗ്രൂപ്പിംഗ് നമ്മൾ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് എന്താണ്, സർഫേസ് ആന്റിജൻ ആണ്. സർഫേസ് ആന്റിജൻസിനെ പറ്റിയാണ് പറയുന്നത്. ഈ സർഫേസ് ആന്റിജൻ എന്ന് പറയുന്നത് ഷുഗർ പോളിമറാണ്. ഷുഗർ പോളിമറാണ്. ഈ ഷുഗർ പോളിമർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ്റെ പേരാണ് ഐജീൻ. നമ്മളെ ശരീരത്തിൽ ABO ഗ്രൂപ്പ് ആണെങ്കിൽ ക്രോമോസോം നമ്പർ 9 കാണപ്പെടുന്നത്. ഈ ഐജീന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഐജീന് 3 അലീൽസ് ഉണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതാണ് നേരത്തെ നമ്മൾ മൾട്ടിപ്പിൾ IA ഉണ്ട്, IB ഉണ്ട്, I ഉണ്ട്. IAയും IBയും എന്താണെന്ന് ചോദിച്ചാൽ ഷുഗർ പോളിമേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഷുഗർ പോളിമേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് രണ്ടും ഡിഫറൻ്റ് ആണ്, പോളിമേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് കാണപ്പെടുന്ന ഏതിലാണെന്ന് ചോദിച്ചാൽ നമ്മുടെ RBCയുടെ സർഫസിലാണ്, പ്ലാസ്മ മെംബ്രെയിൻ്റെ മുകളിലാണ് കാണപ്പെടുക. അതുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് എന്ന് പറയും, ഇല്ലെങ്കിൽ നമ്മൾ അതല്ല എന്ന് പറയും. അപ്പൊ A എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആന്റിജൻ A ആണ്. ആന്റിജൻ A പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് IA. ഈ ആന്റിജൻ A എന്ന് പറയുന്നത് ഒരു ഷുഗർ പോളിമറാണ്. നമ്മളെ ബയോമോളിക്യൂൾസിലൊക്കെ അത് പറയുന്നുണ്ട്. നിങ്ങൾ ഓർത്തിരിക്കാൻ സാധ്യത കുറവാണ്, എന്നാലും ഞാനൊന്ന് പറയുകയാണ്. ഗാലക്ടോസമൈൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ടിനെ പറ്റി പറയുന്നുണ്ട്, അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഗ്ലൂക്കോസമൈൻ ആയിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിച്ചത്, പക്ഷേ ഗാലക്ടോസമൈനും ഉണ്ട്. ഗാലക്ടോസമൈനാണ് ഷുഗർ പോളിമറിൽ ആന്റിജൻ A. അടുത്താണ് ആന്റിജൻ B. ആന്റിജൻ B പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ IB ആണ്. I എന്ന് പറയുന്നത് എന്തില്ല, റിസസീവ് ട്രേറ്റ് ആണ്. ദർ ഈസ് നോ ഷുഗർ പോളിമർ. ഷുഗർ പോളിമർ എന്ത് ചെയ്യുന്നില്ല, പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇതാണ് ഇതിന്റെ പോയിന്റ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി ഷുഗർ പോളിമർ എന്നാണ്. ഒരു ഷുഗർ പോളിമറും പ്രൊഡ്യൂസ് ചെയ്യാത്ത എന്തേ ഉള്ളൂ, ഐജീൻ ആണ്, സ്മോൾ ലെറ്റർ I ആണ്. അതുകൊണ്ട് ആൻസർ എന്താണ്, D ആണ്. ഇവിടെ നമുക്ക് രണ്ട് കണ്ടീഷൻ ഉണ്ട്. IA വരികയാണെങ്കിൽ A ഗ്രൂപ്പ് തന്നെയാണ്, അത് ഹോമോസൈഗസ് ആണ്. I വരാം, അങ്ങനെയാണെങ്കിലും A ഗ്രൂപ്പ് തന്നെയാണ്. ഇതേപോലെ B ഗ്രൂപ്പിനും വരാം. അപ്പൊ അത് ഡോമിനൻസിനെ കാണിക്കുന്നതാണ്. ഡോമിനൻസ് അവിടെ ഉണ്ട്. ഇനി ഞാൻ പറയുന്നത് IB വരാം. ശരിക്കും അക്കോർഡിംഗ് ടു മെന്റൽ എന്താണ്, സിംഗിൾ ക്യാരക്ടറാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ രണ്ടുപേര് എക്സ്പ്രസ് ചെയ്യുന്നു, അതുകൊണ്ട് നമ്മൾ പറയുന്നതാണ് എന്ത്, കോ ഡോമിനൻസ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഏത് ഗ്രൂപ്പാണ്, AB ഗ്രൂപ്പാണ്. 4 ഫിനോടൈപ്പാണ് ഉള്ളത്, പക്ഷെ 6 ജീനോടൈപ്പുകൾ ഉണ്ടാവും. Aയും Bയും ABയും Oയും ആണ് ഉള്ളത്. O ഗ്രൂപ്പ് വരെ യൂണിവേഴ്സൽ ഡോണർ ആവാൻ കാരണം ആന്റിജൻ ഇല്ലാത്തത് കൊണ്ടാണ്. AB ഗ്രൂപ്പ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആവാൻ കാരണം എന്താണ്, എല്ലാ ആന്റിജനും കാണപ്പെടുന്നതുകൊണ്ടാണ്.
ഇനി ഇതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരു ആന്റിജൻ കൂടി വരും. അപ്പോഴാണ് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് പറയുന്നത്. അതാണ് ആര്? RH ആന്റിജൻ. ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മളോട് ചോദിക്കുക ബ്ലഡ് ഗ്രൂപ്പ് വെച്ചിട്ടുള്ള കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാവാം. അച്ഛനും അമ്മയും ഇന്നെന്ന ഗ്രൂപ്പുകളാണ്, മക്കൾക്ക് വരാനുള്ള പോസിബിൾ ഗ്രൂപ്പ് ഏത്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഗ്രൂപ്പ് എ മാരീസ് ഗ്രൂപ്പ് ബി ആണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ എ ഗ്രൂപ്പ് ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ഹെറ്ററോസൈഗസ് കണ്ടീഷൻ മാത്രമേ എടുക്കാവൂ. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എല്ലാ പോസിബിലിറ്റിയും ഉണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ക്രോസ് നമുക്ക് നടത്തി നോക്കാം. അപ്പോൾ ഇവിടെ IA ഉണ്ട്, I ഉണ്ട്, IA. ഇവിടെ എന്താണ്? IB, I. അപ്പോൾ ഇവിടെ IA, IB. ഇവിടെ IB, I. ഇവിടെ എന്താണ്? IAI. ഇവിടെ II. അപ്പോൾ എല്ലാ IAIB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AB ഗ്രൂപ്പ് വരാം. IBI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B ഗ്രൂപ്പ് വരാം. IAI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ഗ്രൂപ്പ് വരാം. I ആണ് വരുന്നതെങ്കിൽ O ഗ്രൂപ്പ്. അപ്പോൾ ABO ഗ്രൂപ്പിൽ എല്ലാവരും വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഒറ്റ ആൻസറേ ഉള്ളൂ, അത് A ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇങ്ങനെ ചോദിക്കാം. ഇത് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് വേണം. പിന്നെ എല്ലാ ഷുഗർ പോളിമറിന്റെ നേച്ചറുകളും കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ട് പോകണം. RH ഇൻകമ്പാക്ടിബിലിറ്റി നമുക്ക് വരുന്നുണ്ട്, അപ്പോൾ അത് പഠിക്കും. ഇനി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതും നമുക്ക് ഉറപ്പും പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന വാക്ക്. സെക്സ് ഡിറ്റർമിനേഷൻ ആണ്. സെക്സ് ഡിറ്റർമിനേഷൻ, സെക്സ് ക്രോമസോം. നേരത്തെ ഞാൻ പറഞ്ഞു എക്സ് ക്രോമസോം, എക്സ് ബോഡിയാണ്, പിന്നീട് എന്തായിട്ട് മാറി? എക്സ് ക്രോമസോം ആയിട്ട് മാറി. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഇവിടെ ചിലപ്പം സെക്സ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ മെയിൽ പാർട്ട്ണർ ആവാം, ചിലപ്പോൾ എന്താവും? ഫീമെയിൽ പാർട്ട്ണർ ആവാം. അങ്ങനെയാണെങ്കിൽ ഫീമെയിൽ ഹെറ്റിറോഗമി എന്ന് വെച്ചാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താണ്? ഗ്യാമീറ്റ്. അതാരിലാണെന്ന് ചോദിച്ചാൽ അതാരിലാണ്? ബേർഡ്സിലാണ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. റെപ്രസെന്റ് ZW ആണ്. അതുകൊണ്ട് നമ്മൾ ആൻസർ എന്താണ്? പീകോക്ക് ആണ്, D ആണ്. പക്ഷെ ഡ്രോസോഫിലയും ഗ്രാസ് ഓപ്പറും അങ്ങനെയല്ല. ഡ്രോസോഫില XY ആണ്, ഹ്യൂമൻസിനെ പോലെ തന്നെയാണ്. അപ്പൊ ഡ്രോസോഫില അതേപോലെ തന്നെ ഹ്യൂമൻസ്, ഇവരെന്താണ്? XY കോമ്പിനേഷൻ ആണ്. പക്ഷെ ഗ്രാസ് ഓപ്പർ XO കോമ്പിനേഷൻ ആണ്. ഗ്രാസ് ഓപ്പർ എന്താണ്? XO കോമ്പിനേഷൻ ആണ്. ഇനി ഇയാൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പോളിജനിക് ട്രേറ്റ്, പോളിജനിക് നേച്ചർ ആണ്, പോളിമോർഫിക് ഇൻസെക്റ്റുകളാണ് ഹണീബീസ്. അവിടെ നമ്മൾ പറയുന്നത്, നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ഹാപ്ലോ ഡിപ്ലോയിഡ് എന്താണ്? ലൈഫ് സൈക്കിൾ ആണ്. ക്രോമസോം നമ്പർ 32 ആണ്. 32 ആണെങ്കിൽ അത് ആരായിരിക്കും? ഫീമെയിൽ ആയിരിക്കും. 16 ആണെങ്കിൽ ആരായിരിക്കും? മെയിൽ ആയിരിക്കും. 16 ആണ് ആരായിരിക്കും? മെയിൽ ആയിരിക്കും. മെയിൽ ത്രൂ ബൈ എന്താണ്? മൈറ്റോസിസ് വഴിയാണ് അവിടെ എന്ത് നടക്കുന്നത്? ഗ്യാമീറ്റുകൾ ഉണ്ടാവുന്നത്. ഇവിടെ എന്താണ്? മിയോസിസ് ആണ്. ഡ്രോൺസ് ഉണ്ടാവുന്നത് പാർത്തനോജെനറ്റിക് നേച്ചർ ആണ്. അതാണ് നമ്മൾ ആരിൽ പറയുന്നത്? മെയിൽസിൽ പറയുന്നത്. വർക്കറും ക്യൂനും ഒക്കെ ഉണ്ടാവുന്ന ഏതിലാണെന്ന് നോക്കിയാൽ നമ്മൾ ഏതാ പറയുക? ഫീമെയിൽ നേച്ചർ ആണ്. അതുകൊണ്ട് തന്നെ ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇതൊരു പോളിമോർഫിക് ഇൻസെക്റ്റാ, പലതും പല സൈസും പല നേച്ചറുമാണ്. പാർത്തനോജെനിസിസ്, അൺഫെർട്ടിലൈസ്ഡ് എഗ്ന്ന് എംബ്രിയോസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പാർത്തനോജെനിസിസ്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ് സെക്സ് ഡിറ്റർമിനേഷൻ. ഇനി അടുത്ത മ്യൂട്ടേഷൻ. നമ്മളിങ്ങനെ ഓർഡറിൽ, ടെസ്റ്റിന്റെ ഓർഡറിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. മ്യൂട്ടേഷൻ ആണ്. മ്യൂട്ടേഷൻ നമുക്കറിയാം. മ്യൂട്ടേഷൻ ആരുടെ ആണെന്ന് ചോദിച്ചാൽ സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ആണ്. ആരാണ് പ്രപ്പോസ് ചെയ്തത്? ഹ്യൂഗോ ഡി വ്രീസ്. ഇതിലിവിടെ നമ്മൾ പറയുന്ന 2 മ്യൂട്ടേഷൻ ആണ്. ഒന്നെന്താണ്? പോയിന്റ് മ്യൂട്ടേഷൻ അല്ലെ ജീൻ മ്യൂട്ടേഷൻ എന്നൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയും. ജീൻ മ്യൂട്ടേഷൻ സിമ്പിൾ ആയിട്ട് പറയുന്നു. രണ്ടാമത്തെ എന്താണ്? ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ആണ്. ഫ്രെയിം ഷിഫ്റ്റ്. നമുക്കറിയാം അമിനോ ആസിഡിനെ എന്ത് ചെയ്യുന്നത്? കമ്പോസ് ചെയ്തിരിക്കുന്നത് എന്താണ്? ജെനറ്റിക് കോഡാണ്. നമ്മൾ പഠിച്ചതാണ്. ആ ജെനറ്റിക് കോഡിൽ ഏതെങ്കിലും വ്യത്യാസം വന്നാലാണ് നമ്മൾ പറയുന്നത്
പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ബേസ് പെയറിന് മാത്രം ഉണ്ടാവുകയാണെങ്കിലാണ് നമ്മൾ പോയിന്റ് മ്യൂട്ടേഷൻ പറയുന്നത്. ഫോർ എക്സാമ്പിൾ GAG നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അത് എന്തായിട്ട് മാറുന്നു? GUG ആയിട്ട് മാറുന്നു. പോയിന്റ് മ്യൂട്ടേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് ആര്? സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ എത്രയോ പ്രാവശ്യം നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് സിക്കിൾ സെൽ അനീമിയ. ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇവിടെ എന്താ? പോയിന്റ് മ്യൂട്ടേഷൻ occurs ഡ്യൂ ടു ചേഞ്ച് ഇൻ സിംഗിൾ ബേസ് പെയർ ഓഫ് DNA. ഫ്രെയിം ഷിഫ്റ്റ് അങ്ങനെയല്ല. അപ്പൊ GAG എന്ന് പറയുന്നതിന് ഇയാള് അഡീഷൻ ഓർ ഡെലീഷനാ. ഒരാൾ ആഡ് ചെയ്യുന്നു, ഒരാൾ നഷ്ടപ്പെടുന്നു. ഞാൻ നഷ്ടപ്പെടുന്നതാണ് കാണിച്ചത്. അപ്പൊ ഇവിടെ എന്തുണ്ട്? AUG ഉണ്ടെന്ന് വിചാരിക്കണം. അപ്പൊ ഇത് മൂന്നുകൂടി അങ്ങ് ചെയ്യും, GGA എന്ന് ചേരുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങോട്ട് ഫ്രെയിം എന്ത് ചെയ്തു? മാറി. അപ്പൊ അമിനോ ആസിഡ് മാറി. ചിലപ്പോ ഒരാൾ പുതുതായിട്ട് വന്നു, അങ്ങനെയും സംഭവിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഇതിൽ മാറ്റം വരും. ആ മ്യൂട്ടേഷനാണ് നമ്മൾ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടും ഓർത്ത് വെക്കുക. സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയാണ് നമ്മളോട് ചോദിക്കുന്നത്. സിക്കിൾ സെൽ അനീമിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഓട്ടോസോമൽ റിസസീവ് ആണ്. ഏത് ക്രോമസോം ആണെന്ന് ചോദിച്ചാൽ ക്രോമസോം നമ്പർ 11 ആണ്. 12 ഞാൻ നേരത്തെ പറഞ്ഞു, ഫീനൈൽ കീറ്റോനൂറിയ ആണ്. എന്താ കാരണം വെച്ചാൽ ഇവിടെ ബീറ്റ ചെയിനിലാണ് എന്ത് ചെയ്യുന്നത്? ചേഞ്ച് സംഭവിക്കുന്നത്. ബീറ്റ ചെയിൻ്റെ എത്രാമത്തെ? 6th പൊസിഷനിലാണ് ചേഞ്ച് സംഭവിക്കുന്നത്. 6th പൊസിഷനിൽ മാറുകയാണ്. അമിനോ ആസിഡ് മാറുന്നു, ഗ്ലൂട്ടാമിക് ആസിഡ് മാറി വാലിനായിട്ട് മാറുന്നു. അപ്പൊ ഷേപ്പിൽ ലോ ഓക്സിജൻ കണ്ടന്റ് വരുന്ന സമയത്ത് RBC ഹീമോഗ്ലോബിന്റെ ഷേപ്പിൽ എന്ത് ചെയ്യും? വ്യത്യാസം വരും. RBCയുടെ ഷേപ്പും വ്യത്യാസം, സിക്കിൾ ഷേപ്പ്ഡായിട്ട് മാറും. മമേലിയൻ RBC എന്ന് പറയുന്നത് നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്. ഇവിടെ വിത്ത് ന്യൂക്ലിയസ് എന്നാണ് പറഞ്ഞത്, തെറ്റാ. സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് വാലിൻ ബൈ ഗ്ലൂട്ടാമിക് ആസിഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്ലൂട്ടാമിക് ആസിഡ് മാറ്റി ആര് വരികയാണ്? വാലിൻ വരികയാണ്. ബീറ്റ ചെയിനിൽ എത്രാമത്തെ പൊസിഷനിൽ? 6th പൊസിഷനിൽ. കോസ്റ്റ് ബൈ ദി ചേഞ്ച് ഇൻ സിംഗിൾ. നിങ്ങൾ ഈ ക്വസ്റ്റിന്റെ തൊട്ട് മുമ്പിലത്തെ ക്വസ്റ്റിന് മനസ്സിലായല്ലോ, ഒരേപോലെയാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഒന്ന് എക്സാമ്പിൾ വെച്ച് ചോദിക്കുന്നു, അല്ലാതെ ചോദിക്കുന്നു. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളാണ്. ഓട്ടോസോമൽ ലിങ്ക്ഡ് ഡോമിനന്റ് ട്രേറ്റ് അല്ല. ഡോമിനന്റ് നമുക്ക് മയോട്ടോണിക് ഡിസ്ട്രോഫി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം റിസസീവ് ട്രേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓർത്ത് വെക്കുക. ബീറ്റ ചെയിനിലാണ്. ബീറ്റ ചെയിനിൽ ഏകദേശം 146 എന്തുണ്ട്? അമിനോ ആസിഡ് ഉണ്ട്. 146 6ാമത്തെ പൊസിഷനിലുള്ള അമിനോ ആസിഡ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പൊ തന്നെ നമുക്ക് അസുഖം ബാധിച്ചു. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അസുഖമായിട്ട് ആര് ഓർക്കണം? സിക്കിൾ സെൽ അനീമിയ ഓർക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ് നമ്മൾ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മാച്ച് ദ ഫോളോയിങ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഡൗൺ സിൻഡ്രോം. ഞാൻ നേരത്തെ പറഞ്ഞു, ഡൗൺ സിൻഡ്രോം എന്താണ്? ക്രോമസോമൽ അനോമാലിറ്റി ആണ്. അതും അന്യൂപ്ലോയിഡ് കണ്ടീഷൻ ആണ്. എന്താണ്? 2n+1 ആണ്. ഒന്ന് കൂടിയതാണ്. എത്രാമത്തെ ക്രോമസോമില? 21st കൂടി. 21st 2 ഉള്ളത് 3 ആയി. നമ്മുടെ ടോട്ടൽ നമ്പർ 46 ആണ്. 46 എന്തായിട്ട് മാറി? 47 ആയിട്ട് മാറി. 21ലാണ് ഓട്ടോസോം. എന്താ കാരണം? നമുക്ക് 23 പെയർ എന്നല്ലേ നമ്മൾ പറയുന്നത്. അതിൽ 22 പെയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓട്ടോസോം എന്ന് വിളിക്കുന്നത്. ഒരു പെയർ എന്ന് പറയുന്നത് എന്താണ്? അല്ലോസോം, അല്ലെങ്കിൽ എന്താണ്? അല്ലോസോം അല്ലെങ്കിൽ എന്താണ്? സെക്സ് ക്രോമസോം ആണ്. XX ആവാം, അല്ലെങ്കിൽ എന്താവാം? XY ആവാം. XY എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? മെയിൽ ആയിരിക്കും. XX എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഫീമെയിൽ ആയിരിക്കും. ഇതാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, ഡൗൺ സിൻഡ്രോം ആണ്. 21st ട്രൈസോമി എന്നാണ് അതിന്റെ പേര്. ട്രൈ 3 ആയി. ട്രൈസോമി. ആൽഫ തലാസീമിയ, ബീറ്റ തലാസീമിയ ഓർക്കണം. തലാസീമിയ അതും ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? RBC ഹീമോഗ്ലോബിനായിട്ട് ബന്ധപ്പെട്ടാണ്. ആൽഫ തലാസീമിയ ആൽഫ ആണെങ്കിൽ അത് 16ാമത്തെ ക്രോമസോമിലാണ്. 16th ക്രോമസോമാണ്. ബീറ്റ ഞാൻ നേരത്തെ പറഞ്ഞു. ബീറ്റ തലാസീമിയ എത്രയിലാണ്? 11ലാണ്. ഞാൻ തൊട്ട് മുമ്പിലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ എഴുതിയിട്ടുണ്ട്, നോക്കണം. ഇനി അതേപോലെ ക്ലൈം ഫെൽറ്റേഴ്സ്, അത് എന്താണ്? സെക്സ് ക്രോമസോമലിന്റെ അനോമാലിറ്റി ആണ്. മെയിലാണ് വിക്ടിം, പക്ഷെ ഫീമെയിലിന്റെ ബിഹേവിയറൽ നേച്ചർ കാണും. എന്താ കാരണം? ഒരു അഡീഷണൽ എക്സ് ക്രോമസോം വരും. അത് XXY നേച്ചർ. അതൊക്കെ 47ആണ്. ഇതും 47ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഡൗൺ സിൻഡ്രോം A3 ഉണ്ട്. ബി ഏതാണ്? B4.
അതും നമുക്ക് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും. സി എന്താണ്? C1 D2. അപ്പോൾ നമ്മളെ ആൻസർ എന്താണ്? എ ആണ്. ഓക്കെ, നൗ ലെറ്റ് us move into the next one. ഞാൻ നേരത്തെ പറഞ്ഞു മെന്റേലിയൻ ഡിസോർഡേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും സിമ്പിൾ ടെക്നിക്സ് ആണ് എന്ത്? പെഡിഗ്രി അനാലിസിസ്. നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പെഡിഗ്രിയാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. എല്ലാ ജനറേഷനിലും എക്സ്പ്രസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ അധികവും ഡോമിനന്റ് ട്രേറ്റുകളായിരിക്കും. ജനറേഷൻസ് ഒരു സിമ്പിൾ നേച്ചറാണ് പറയുന്നത്. ജനറേഷൻസുകൾ സ്കിപ്പ് ചെയ്ത് എല്ലാ ജനറേഷനും നോക്കുക, സ്കിപ്പ് ചെയ്തൊക്കെയാണ് പോകുന്നതെങ്കിൽ നമുക്കത് ഏത് ട്രേറ്റിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാം, റിസസീവിന്റെ ആണെന്ന് മനസ്സിലാക്കാം. ഇവിടെ നോക്കൂ, ആദ്യത്തെ ജനറേഷനിലെ രണ്ടാമത്തേൽ വീണ്ടും നോക്കി അതിലില്ല, അതിനടുത്തേലാണോ? ബോത്ത് ഓഫ്സ്പ്രിങ്സ് ആർ എഫക്റ്റഡ്. ഈ സെക്സ് ലിങ്ക്ഡ് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, എക്സ് ലിങ്ക്ഡ് ആവുന്ന സമയത്ത് അതിന്റെ പാറ്റേൺ എന്തായിരിക്കും? മദർ, എഫക്റ്റഡ് മദർ അല്ലെ കാരിയർ മദർന്ന് ഏറ്റവും കൂടുതൽ ആരിലേക്ക് പോകാനാണ് സാധ്യത? സണ്ണിലേക്കാ. അതേപോലെ തന്നെ ഫാദർ എഫക്റ്റഡ് ആണെങ്കിൽ ഫാദർ കൊടുക്കുന്ന എക്സ് ക്രോമസോം, അതുകൊണ്ട് ഡോട്ടറിലേക്കാണ്. ആ ഒരു കണ്ടീഷൻ കൂടുതൽ ആരിലേക്കാണ് പോകുന്നത്? ഡോട്ടറിലേക്കാണ് പോകുന്നത്. അതിന്റെ പാറ്റേൺ അങ്ങനെയാണ്. ഓട്ടോസോം അങ്ങനെയല്ല, രണ്ടുപേർക്കും വരാം. ഓട്ടോസോം ആ ക്രോമസോം, ഓട്ടോസോമൽ ക്രോമസോം എല്ലാ നേച്ചറിലും വരുന്ന. അപ്പോൾ ഇവിടെ സ്കിപ്പ് ചെയ്ത് പോയത് റിസസീവ് ട്രേറ്റാ, റിസസീവ് നേച്ചറാ. കളർ ബ്ലൈൻഡ്നസ് ഒരിക്കലും എന്തല്ല? ഓട്ടോസോം അല്ല, അത് സെക്സ് ലിങ്ക്ഡ് ആണ്. തലാസീമിയ സെക്സ് ലിങ്ക്ഡ് അല്ല, ഓട്ടോസോമലാണ്. അപ്പൊ അത് തെറ്റാണ്, ഇതും തെറ്റാണ്. ഇനി ഓട്ടോസോം റിസസീവ് സിക്കിൾ സെൽ അനീമിയ, അത് നമുക്ക് പോസിബിലിറ്റി എടുക്കാൻ പറ്റുന്നതാണ്. സെക്സ് ലിങ്ക്ഡ് റിസസീവ് മയോട്ടോണിക് ഡിസ്ട്രോഫി ഓട്ടോസോമൽ ഡോമിനന്റ് ആണ്. അതുകൊണ്ട് നമ്മളുടെ ആൻസർ ഏതാണ്? നേച്ചർ. ഇത് രണ്ട് പെഡിഗ്രി അനാലിസിസ് ബുക്ക് തന്നെ. ഇനി ചിലപ്പോൾ നമ്മളോട് ചോദിക്കും, ബുക്കിൽ തന്നിട്ടുണ്ട് അത് നോക്കും, ചിലപ്പോൾ നമ്മളോട് പെർസെൻറ്റേജ് ഒക്കെ ചോദിക്കാം, പോസിബിൾ നേച്ചർ എങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് പ്രീവിയസ് ഇയർ ഒക്കെ നോക്കി ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, യെസ്, നൗ ലെറ്റ് us move into the next one. So the following are correct about Klinefelter syndrome. ഇത് റീസെന്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഡിസോർഡർ ഫസ്റ്റ് ഡെസ്ക്രൈബ്ഡ് ബൈ ലാങ്ഡൺ ഡൗൺ 1860s. അത് ഡൗൺ സിൻഡ്രോം ആണ്, അത് തെറ്റാ. Such individuals has overall masculine development, however feminine development is also expressed. അത് ശരിയാ. മറ്റേത് ഡൗൺ സിൻഡ്രോമായിട്ട് ബന്ധപ്പെട്ട, അപ്പോൾ അത് തെറ്റാ. ദി എഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് ഇൻ ഷോർട്ട് സ്റ്റാച്യു, അത് തെറ്റാണ്. എന്താണ്? ടേണർ സിൻഡ്രോമിലാണ് എന്ത് ചെയ്യുന്നത്? ക്രോമസോമിന്റെ നഷ്ടപ്പെടുന്നത്, ലോസ് ചെയ്തിരിക്കുന്നതിൽ സെക്സ് ക്രോമസോം ലോസ് ചെയ്ത് അതിലാണ് ഇയാൾ കുറച്ചുകൂടി വലിപ്പം കൂടുതലായി, എന്ന് വെച്ചാൽ അഡീഷണലാണ് വരുന്നത്. ക്ലൈൻഫെൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 44 ഓട്ടോസോം പ്ലസ് XXY, അവിടെയാണ് അതിന്റെ പ്രത്യേകത. ഇപ്പോൾ 45, 46, 47 ആണ് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ചുകൂടി ഡെവലപ്മെന്റ് കൂടുകയാണ് ചെയ്യും. ഫിസിക്കൽ സൈക്കോമോട്ടർ മെന്റൽ ഡെവലപ്മെന്റ് ഈസ് റിട്ടാർഡഡ്. ഇത് ഡൗൺ സിൻഡ്രോമിന്റെ പ്രത്യേകത. സെക്സ് ക്രോമസോമൽ അബ്നോർമാലിറ്റി വരുന്നതെല്ലാം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ സ്റ്റെറൈൽ കണ്ടീഷനാണ്. സോറി, അത് തെറ്റല്ല, ശരിയാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ഏതെന്ന് ചോദിച്ചാൽ ബിയും അതേപോലെ ഇയും ആണ്. അപ്പോൾ ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ ഡി ആണ് ആൻസർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് മാക്സിമം എന്ത് ചെയ്യണം? നിങ്ങൾ ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് പഠിക്കണം. അപ്പം ഇതോടുകൂടി നമ്മളുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഒന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന പരീക്ഷകളൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക? എഴുതുക. നിങ്ങൾ ഇന്ന് തന്നെ ബുക്ക് എടുത്ത് വായിച്ചു നോക്കുക. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.